ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ നിങ്ങളുടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർമ്മൽ പ്രയർ ഗ്രൂപ്പിനെ അയക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാടുന്ന സിസ്റ്ററിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം ഘോഷിക്കുന്ന കർത്താവിന്റെ ദാസിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ ഗ്രൂപ്പിൽ കയറുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ രാത്രി കാലത്തിനായിട്ട് കർത്താവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹാലലൂയ, ഹാലലൂയ. ഞങ്ങളുടെ ഗ്രൂപ്പിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലലൂയ കർത്താവേ, ഹാലലൂയ. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണേ കർത്താവേ. വന്ന് ഹാലലൂയ ചേരുവാൻ തക്കവണ്ണം കർത്താവേ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ഹാലലൂയ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് അവർക്ക് അവസരങ്ങളെ കൊടുക്കണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ. ഓരോ വ്യക്തി ജീവിതങ്ങളോടും കർത്താവെ ഇന്നത്തെ മെസ്സേജ് കർത്താവെ കർത്താവിന്റെ ദാസിയിൽ കൂടെ സംസാരിക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഹാലലൂയ കർത്താവെ ദൈവമേ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കണേ. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാൻ വേണ്ടി സിസ്റ്റർ ആശ സുനിൽ കാലിക്കട്ടിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും പാടി ആരാധിക്കാം. Hallelujah. Praise the Lord. Hallelujah. Hallelujah. കാർമൽ പ്രെയർ ഫെലോഷിപ്പിൻ്റെ ഈ സന്ധ്യാസമയത്ത് രാത്രി കാലത്തെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇപ്രകാരം എനിക്ക് നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ യേശു കർത്താവ് വഴിയൊരുക്കി തന്നത് ബിനോയ് പാസ്റ്ററിലൂടെയാണ്. ഹൃദയം നിറഞ്ഞ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പാസ്റ്ററോട് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൂടെ ആയിരുന്നത് എൻ്റെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായിരുന്നു. ഗ്രേസ് ഇന്ത്യ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എല്ലാവരും കടന്നു വന്നിട്ടില്ല, എന്നാലും നമ്മൾ അല്പം മാത്രമാണെങ്കിലും നമ്മുടെ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് ലാപ്പ് ക്ലിയർ അല്ലേ? റീസെന്റ് ക്ലിയർ അല്ലേ? ഇത് ഓക്കെ. നമുക്ക് ദൈവത്തെ പാടി ഹല്ലേലൂയ ആരാധിക്കാം. അതിനു മുന്നേ ഞാനൊരു വചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ UPLPFൻ്റെ ഒരു മീറ്റിങ്ങിൽ കയറി അവിടെ ദൈവദാസന്റെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശു കർത്താവിന് എല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് പറയാണ്. വളരെ ഒരു ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിലേക്ക് കയറിയിരിക്കുന്നത്. എല്ലാ മഹത്വം സ്വർഗത്തിലെ അപ്പന്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ആ ഒരു ഹല്ലേലൂയ വലിയ ദൈവ ആത്മസാന്നിധ്യം നമ്മുടെ ഇടയിൽ വ്യാപരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മറക്കാൻ പറ്റാത്ത സമയമായി തീരട്ടെ ഇത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോഴുള്ള വിടുതൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമർ 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ നാം യഥാർത്ഥമായിട്ട് വാസ്തവമായിട്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവത്തെ ദൈവമെന്നറിഞ്ഞും എൻ്റെ അപ്പൻ സകലതും കാണുകയും അറിയുകയും ചെയ്യുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവ എൻ്റെ ദൈവമെന്നറിഞ്ഞ്, കൃപയുടെ ദൈവമെന്നറിഞ്ഞ്, കരുണയുടെ ദൈവമെന്നറിഞ്ഞ് ഹല്ലേലൂയ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഹല്ലേലൂയ നമ്മെ കർത്താവ് ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് ഹല്ലേലൂയ വിടുവിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ ആ ഭുജം കൊണ്ട് നമ്മെ വലിച്ചെടുത്ത്
അപ്പൻ്റെ ആ കൃപ ഹല്ലേലൂയ അനുഭവിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലം അനുഭവിക്കുന്നെങ്കിലും, പ്രതിസന്ധികൾ അനുഭവിക്കുന്നെങ്കിലും, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിർണയപ്രകാരം ഹല്ലേലൂയ ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവിൽ നിർണയപ്രകാരം വിളിച്ച യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ നാമത്തിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥകളെല്ലാം അത് നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 84 5ഉം 6ഉം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബലം യേശു കർത്താവിലാണ്. ഹല്ലേലൂയ. അവർ കണ്ണുനീർ താഴ്വരകളിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കും. ഹല്ലേലൂയ. നമ്മൾ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപ്പനോട് ഹല്ലേലൂയ അഭയയാചനകൾ കഴിക്കുകയും ചെയ്യുമ്പോൾ ആ കണ്ണുനീരിന്റെ ജലാശയങ്ങൾ ഹല്ലേലൂയ അത് മുൻമഴയായി അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. നമ്മൾ മേൽക്കുമേൽ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഗ്രേസേന്റി മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഹല്ലേലൂയ. ആശ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ദൈവദാസൻ ഹല്ലേലൂയ മേൽക്കുമേൽ ബലം പ്രാപിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പാട്ട് പാടി നമ്മുടെ ദൈവത്തിന് നമുക്ക് ഹല്ലേലൂയ മഹത്വം കൊടുക്കാം. നമുക്കെല്ലാം അറിയുന്ന പാട്ടാണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്ന കർത്താവ്, പാപമെല്ലാം ക്ഷമിക്കുന്ന കർത്താവ്. ക്ഷമിച്ചതുകൊണ്ടാണല്ലോ അപ്പനെ വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഹല്ലേലൂയ ഇപ്രകാരമായിരിക്കുന്നത്. ആ പുതുജീവൻ ഓരോ സെക്കൻഡിലും സമൃദ്ധിയായ ജീവൻ തന്ന് 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 വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഹല്ലേലൂയ ഓരോ നിമിഷവും അപ്പനുമായിട്ടുള്ള ബന്ധം അത് കൂടി കൂടി വരുവാൻ അപ്പൻ മുഖാന്തരം ഒരുക്കുന്നത് കൊണ്ട് ആ കൃപ ഹല്ലേലൂയ നമുക്ക് പാടി നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ യേശുപ്പാ, സ്തോത്രം യേശുപ്പാ, നന്ദി അപ്പാ. ലവ് യു ലോർഡ്, ലവ് യു ലോർഡ്, ലവ് യു ലോർഡ്. യേശുപ്പാ യേശുപ്പാ ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. സന്തോഷത്തോടെ പാടാം. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ താഴ്വരകളെ ജീവജലനദിയാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ചങ്ങലകളെ മണിവീണയായിട്ട് തീർക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ജീസസ് അപ്പാ,
യാത്രയതിൽ മോക്ഷമാർഗമതി സ്നേഹത്തോട് കീഴിൽ നയിക്കുമവൻ സ്നേഹത്തോട് കീഴിൽ നയിക്കുമവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു ആരിലും മതിയായവൻ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരിലും മതിയായവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് തുല്യമായിട്ട് ആരുമില്ല യേശുവല്ലാതെ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്വന്തമോ ബന്ധമോ ഒക്കെ ഉണ്ടെങ്കിലും അത് ഹല്ലേലൂയ എത്ര വരെ നമുക്കറിയില്ല എന്നാൽ നമ്മുടെ മരണശേഷവും നിത്യതയിലും ഹല്ലേലൂയ അറ്റുപോകാത്ത സ്നേഹം അറ്റുപോകാത്ത ബന്ധം പിരിയാനാകില്ല ഹല്ലേലൂയ യേശുപ്പ ഹല്ലേലൂയ നമുക്ക് അടുത്ത പാട്ട് പാടി ദൈവത്തിന് ഹല്ലേലൂയ മഹത്വം കൊടുക്കാം ഹല്ലേലൂയ ഈ പാട്ടിൽ ഇങ്ങനെ പറയുന്നു ഇത് പഴയ പാട്ടാണ് ഹല്ലേലൂയ 107 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനം അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതൽ കണ്ണുനീരൊഴുക്കുമ്പോൾ അനേക അനുഭവങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമായിട്ട് പറയുവാനുണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഹൃദയം നുറുങ്ങി അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരയുമ്പോൾ നമ്മുടെ അപ്പന് ഹല്ലേലൂയ നമ്മെ അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല ഹല്ലേലൂയ നമ്മുടെ അപ്പൻ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല ഹല്ലേലൂയ ബലഹീനതകളിൽ ഹല്ലേലൂയ പ്രതിസന്ധികളിൽ യേശുവപ്പ ഹല്ലേലൂയ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇരുന്ന് യേശുവപ്പ എന്ന് മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അത് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ആത്മസാന്നിധ്യം ദൈവ സാന്നിധ്യം ഹല്ലേലൂയ തലോടൽ ഹല്ലേലൂയ അനുഭവിക്കുന്നവരല്ലേ നമ്മൾ ഒരിക്കലും വിട്ടുപിരിയാത്ത അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ നാം എന്തിനാ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ തളർന്നു പോകുന്നത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ തളർന്നും പിറുപിറുത്തും പോകുന്നത് ആവശ്യമില്ല നടത്തിയ ദൈവത്തെ ഓർത്ത് കഴിഞ്ഞ സമയങ്ങളിൽ നടത്തിയ അപ്പൻ്റെ കരുതലോർത്ത് നന്ദി 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 ഇത് മാത്രം അപ്പന് സ്തോത്രയാഗം കൊടുത്താൽ മാത്രം മതി അപ്പൻ്റെ കരം ചലിക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ഈ പാട്ട് പാടി നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം ഹല്ലേലൂയ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി നമുക്ക് പറയാം ഹല്ലേലൂയ പ്രാർത്ഥനയിലൂടെ ഈ ഹല്ലേലൂയ ഡിവൈസിൻ്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരും ഹല്ലേലൂയ പതറുകയില്ല ഞാൻ പ്രതികൂലം അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടത അനവധി വന്നിടിലും അവിടെ ഇസ്രായേലിൽ എന്തൊക്കെയോ സംഭവിച്ചോട്ടെ അതെല്ലാം വചനത്തിൻ്റെ നിവൃത്തിയാ എന്നാൽ മിസ്രൈമ്യരുടെ നടുവിൽ ഹല്ലേലൂയ ഇസ്രായേലിനെ കാത്തു പരിപാലിച്ച ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് ദൈവജനമേ പതറി പോകേണ്ട കർത്താവ് കൂടെയുണ്ട് ഈ പാട്ടുപാടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ഹല്ലേലൂയ Jesus, Jesus, Jesus. Hallelujah. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിൽ സന്താപ
വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടൽ ആർത്തിരച്ചാൽ ഹല്ലേലൂയ, ചെങ്കടലുടെ മുന്നിൽ ഹല്ലേലൂയ വഴിയെ തുറന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ വഴിയെ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. മുൻപിൽ ചെങ്കടലാർത്തിരച്ചാലെതിരായി പിൻപിൻപൻ വൈരി പിൻഗമിച്ചാൽ, മുൻപിൽ ചെങ്കടലാർത്തിരച്ചാലെതിരായി പിൻപിൻപൻ വൈരി പിൻഗമിച്ചാൽ, ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലിയായി. അതറുകയില്ല ഞാൻ, അതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ, ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീയിൽ വീണപ്പോൾ ഹല്ലേലൂയ അവരുടെ രോമത്തെ പോലും കരിച്ചു കളയുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ, എത്രമാത്രം നല്ല ദൈവത്തെയാ. ഹല്ലേലൂയ, തന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച സ്വന്തം ജനം ആരാധിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവമക്കളെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വിക്കപ്പെട്ടാൽ, എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വിക്കപ്പെട്ടാൽ, എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തില്ലാതെ പ്രിയൻ വീടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും അപ്പാ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു എന്നെ കൈവിടില്ല. ഹല്ലേലൂയ, എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളും ഈ ഏഴയെ മഹത്വത്തെ. ഹല്ലേലൂയ, പ്രത്യാശയോടെ, പ്രത്യാശയോടെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ജീസസ് we worship you Lord. ഹല്ലേലൂയ. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും നിൻ ശരീരത്തോടെ കൈക്കൊള്ളുമേഴേ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും ആമേൻ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെ നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യത്തോടെ ഹല്ലേലൂയ നമ്മൾക്ക് പറയാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ പറയുവാനുള്ളതൊന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കാന്തൻ
എൻ്റെ പ്രാണപ്രിയൻ എന്നെ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ രക്തം കൊടുത്താണ് എന്നെ ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയത്. ശത്രുവായ ദുഷ്ടസാത്താനെ, നിന്റെ കരത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയത്, നിന്നെ കാൽവരി കുരിശിൽ നിന്റെ തലയെ തകർത്ത എൻ്റെ സ്വർഗത്തിലെ നസറനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ തകർക്കുവാൻ എൻ്റെ യേശു കർത്താവ് നിന്നെ അനുവദിക്കില്ല. ഹല്ലേലൂയ. നമ്മൾക്ക് അടുത്ത പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇത് ഹല്ലേലൂയ വളരെ പ്രത്യാശയോടെ ഹല്ലേലൂയ ഈ പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. ലൂക്കോസ് 21 അധ്യായത്തിന്റെ 34 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഹല്ലേലൂയ മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. എല്ലാവർക്കും, ഭൂമിയിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന എല്ലാവർക്കും ഇത് ഹല്ലേലൂയ ഇത് സംഭവിക്കാനുള്ള കാലമാണ്. ഹല്ലേലൂയ. ഇതെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഹല്ലേലൂയ ഇരിക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഗ്രേസ് ആൻഡിയൊക്കെ ചെയ്യുന്ന ഈ പ്രാർത്ഥന ഹല്ലേലൂയ അത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവവചനം പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും മൂക്കിലെ ശ്വാസം പോലെ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ജനത്തെ, പ്രാർത്ഥിക്കുന്ന തൻ്റെ ഹല്ലേലൂയ കാന്തയെ ഹല്ലേലൂയ തൊടുവാൻ ദുഷ്ടപിശാചിനെ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കില്ല. ഹല്ലേലൂയ. നമുക്ക് ഈ പാട്ട് പാടി ദൈവത്തോട് ഹല്ലേലൂയ വളരെ കർത്താവേ ആ പ്രാർത്ഥനയുടെ കൃപാവരം എന്നിൽ വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു വലിയ ആത്മഭാരത്തെ എന്നിലേക്ക് അങ്ങ് പകരണമേ അപ്പച്ച. ആ ആത്മഭാരമാണ് ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടത്. നമ്മുടെ അപ്പൻ രാത്രി കാലത്തിൽ ഹല്ലേലൂയ അപേക്ഷയാൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുമ്പോൾ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പതിച്ചു. ഹല്ലേലൂയ. എനിക്ക് പറയാൻ കഴിയില്ല അത്രമാത്രം. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ കർത്താവ് ചെയ്തതുപോലെ അപ്പൻ്റെ ആ സ്വഭാവ ഗുണങ്ങൾ എന്നിലേക്കൊന്ന് പകരപ്പച്ച. ആത്മഭാരത്തെ താപ്പച്ച. പ്രാർത്ഥനയുടെ ആ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പച്ച. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ.
എൻ്റെ പ്രാർത്ഥന അപ്പൻ കേൾക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഈ പാട്ടുപാടി ആരാധിക്കുക മക്കളെ. അപ്പാ ഓ ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഒരു പാട്ടിൻ്റെ രണ്ട് വരികൾ. ഹല്ലേലൂയ. ഒരു വലിയ പാട്ട് പാടണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഒരു പാട്ടിൻ്റെ 2-3 സ്റ്റാൻസ മാത്രം പാടി നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ ആളുകൾക്ക് സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വരവെടുത്തു, അപ്പൻ്റെ വരവെങ്കിൽ ഞാനും പോകുമെന്ന്. ഈ മ്ലേച്ഛത നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ പിശാചിൻ്റെ കരങ്ങളിൽ അകപ്പെട്ട് അവൻ ഹല്ലേലൂയ വല്ലാതെ ഹല്ലേലൂയ ഊടാടി നടക്കുന്ന ഈ ഭൂമിയിൽ ഹല്ലേലൂയ അപ്പച്ച എൻ്റെ കർത്താവേ അങ്ങ് വേഗം വരണമേ എന്ന് ഹല്ലേലൂയ നമുക്ക് ഹൃദയത്തിൽ തട്ടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്നെയും കാണുന്നു കണ്ണുകൊണ്ട് മാത്രം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടം അറിയുന്നത് നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർ വേഗത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിലുള്ളവർ വേഗത്തിൽ അപ്പൻ്റെ കൃപ പ്രാപിച്ച് രക്ഷാനിർണയം പ്രാപിക്കട്ടെ. അപ്പൻ വേഗം ഹല്ലേലൂയ കടന്നു വന്ന് നമ്മെ ചേർക്കുമാറാകണമെന്നുള്ള ആ വളരെ ആഗ്രഹത്തോടെ അപ്പ നിർമ്മല കന്യകയായി 10 കന്യകമാരുടെ ഉപമ നമ്മൾക്കറിയാം. വിളക്കിൽ എണ്ണയുള്ള കന്യകമാരായി ഉണർന്നും പ്രാർത്ഥിച്ചും അപ്പൻ്റെ വരവിങ്കിൽ ആ കാഹള ശബ്ദം ഹല്ലേലൂയ കേൾക്കുവാൻ. ഹല്ലേലൂയ. കള്ളൻ വരുന്നത് രാത്രിയിലാണ്, എന്നാൽ ഹല്ലേലൂയ ഇരുട്ട് ഹല്ലേലൂയ ഉള്ളപ്പോൾ എല്ലാവർക്കും പേടിയാണ് കള്ളൻ വരുമെന്ന്. കള്ളനെ പോലെയാ കർത്താവ് വരുന്നത്, എന്നാൽ നമുക്ക് കള്ളനെ പോലെയല്ല ദൈവമക്കളെ. ദൈവമക്കൾക്ക് കർത്താവ് വരുന്നത് കള്ളൻ വരുന്നത് പോലെയല്ല. നമ്മുടെ അപ്പൻ വരുമെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. കാലങ്ങൾ അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് വരുമെന്ന് നമ്മൾക്കറിയില്ല, ഏത് സമയം വരുമെന്നറിയില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് വന്നാൽ ഞാൻ പോകണമെന്നുള്ള വല്ല വിധേനയും പൗലോസ് പറയുന്നത് പോലെ അപ്പൻ്റെ വരവിങ്കിൽ എടുക്കപ്പെട്ടേ മതിയാകെയുള്ളൂ. ഹല്ലേലൂയ. ഈ പാട്ടിൻ്റെ 2 വരികൾ കൂടെ പാടി നമുക്ക് അപ്പന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. യേശുപ്പ സമർപ്പണത്തോടെ പാടാം. ഹല്ലേലൂയ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും ആശയേറുന്നേ. അതിൻ ഭാഗ്യമോ
യേശുപ്പാ. പാവലോകത്തിൽ കിടന്നു പാടുപേടുന്ന, പാവലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കിപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കിപ്പോഴെന്റെ മോക്ഷവീട്ടിൽ ചെന്നു ചേർന്നിടാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. അതിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ഹല്ലേലൂയ. അപ്പാ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ. സ്വർഗഭാഗ്യം, ഹല്ലേലൂയ കർത്താവേ. ആ ഭാഗ്യം, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതിന് നന്ദി അപ്പച്ച, നന്ദി അപ്പച്ച. ഹല്ലേലൂയ കർത്താവേ. വയലിലെ കർത്താവേ, മുള്ളും തറക്കാരിയും എല്ലാം ഹല്ലേലൂയ ആയി കിടക്കുന്ന ആ വയലിൻ്റെ അകത്ത് കർത്താവെ നിധി കണ്ടെത്തിയവനെ പോലെ ഹല്ലേലൂയ, അത് എത്ര പണം കൊടുത്തും മേടിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ മനുഷ്യൻ കർത്താവെ ആഗ്രഹിച്ചതുപോലെ അപ്പം ആ നിത്യതയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു കർത്താവെ. അപ്പൻ്റെ കൃപ വേണം, കൃപ വേണം. ഓരോ നിമിഷവും അപ്പൻ്റെ കരം ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു അപ്പച്ച. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. ഗ്രേസ് ആൻഡിയെ ശക്തമായിട്ട് കർത്താവെ ഈ നാളുകളിൽ കർത്താവെ മീറ്റിംഗ് ഹല്ലേലൂയ നടത്തുവാൻ തക്കവണ്ണമുള്ള കൃപ കൊടുക്കണമേ. ദൈവദാസനെ കർത്താവെ വരും കാലങ്ങളിൽ ശക്തമായി കർത്താവെ പ്രവചന ശബ്ദമായി അനേകരുടെ മധ്യത്തിൽ കർത്താവെ ഹല്ലേലൂയ പാസ്റ്ററെ അങ്ങ് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഡിവൈസിലുള്ള ഓരോ കുടുംബങ്ങളെയും എൻ്റെ അപ്പൻ്റെ കൃപ കൊണ്ട് കർത്താവെ സ്നേഹം കൊണ്ട് നിറച്ച് ഏത് പ്രതികൂലത്തിലാണോ പ്രതിസന്ധിയിലാണോ തളർന്നു പോകാതെ ഹല്ലേലൂയ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവർ ഒരു നാളും സമ്മതിക്കുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനമെടുത്ത് ഞങ്ങൾ കർത്താവെ ശക്തിയോടെ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തലമുറകളുടെ വിഷയത്തിൽ ഹല്ലേലൂയ ഭവനത്തിൽ പോരാടുന്ന സകല പൈശാചിക അന്ധകാര മണ്ഡലങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇതിനെ ശ്വാസിക്കുന്നു. ക്രൂശിലെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും ആരാധന ഞങ്ങളുടെ യേശു കർത്താവിന്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ പാട്ടുപാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആശിസ്തറിനെ ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇനിയും കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പാട്ടുകൾ പാടി മഹത്വപ്പെടുത്തുവാൻ ലോകം അറിയുന്ന കർത്താവിന്റെ ഒരു ദാസിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു. ഇനി അടുത്തതായി ഗ്രൂപ്പിനെ വഹിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ ഗ്രൂപ്പിനെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രൂപ്പിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർക്കായി ദാസിമാർക്കായി അവരുടെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. ഇസ്രായേലിനായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി ജെഫിൻ ബ്രദറിനെ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രത്യാൽ കർത്താവേ സൂണ്ടി ബേസിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പാടുവാൻ നിരുദാസ്യ ബലപ്രദനായി സ്തോത്രം കർത്താവേ. ലീഡിയൻ ദൈവാസ്യ ബലപ്രദനായി സ്തോത്രം കർത്താവേ. പ്രത്യേകം ഞങ്ങളുടെ ഈ ഡിവൈസിൽ കടന്നു വന്ന സകല ജീവിതങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ.
സ്വർഗത്തിൽ ഭൂമിയിൽ നാഥനായ ദൈവം എന്നിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഏൽപ്പിക്കാം കർത്താവേ. ദൈവത്തിന്റെ അത്ഭുതം ഓരോ ജീവിതങ്ങളിൽ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. നിങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥന കർത്താവ് ഇടയാക്കി കൃപയ്ക്കായി ദൈവാസിയെ കർത്താവ് ബലപ്പെടുത്തി അത് കേൾക്കുവാൻ ഞങ്ങൾ ഇടയാക്കി അതിന് ജീവിതത്തിൽ വലിയ അനുഗ്രഹം വിടുതലായി തീരുവാൻ സഹായിക്കണമേ. ദൈവാസിയെ കർത്താവെ അയക്കുന്ന മേഖലയെല്ലാം കർത്താവ് ഉപയോഗിച്ച് മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഇന്ന് കൂടെപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേക കർത്താവെ ഞങ്ങളുടെ അഡ്മിനായ ദൈവാസിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. എന്റെ അവസ്ഥയെ അറിയുന്നു കർത്താവ്. ദുഃഖത്തിൽ ഭാരത്തിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ദൈവം സർവ്വാശ്വാസങ്ങളുടെ ദൈവം നിന്റെ ആശ്വാസ വചനങ്ങളാൽ ആശ്വസിപ്പിച്ചതിനാൽ സ്തോത്രം കർത്താവെ. ദൈവ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. താനായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് യുദ്ധത്തിന്റെയും യുദ്ധസ്തുതികളുടെയും പ്രതിസന്ധിയുടെ ആയിരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ കർത്താവ് ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിഹോത്രം നടത്തിയ കർത്താവെ. യോബിന് കെട്ടും കർത്താവ് വേലി കെട്ടി സൂക്ഷിച്ചു കർത്താവ്. എന്റെ ദാസിയെ കർത്താവെ അങ്ങനെ വേലി കെട്ടി കർത്താവ് രക്തത്താൽ മുദ്രയുടെ സൂക്ഷിക്കണമേ അപേക്ഷിക്കും കർത്താവെ. ഈ കർമ്മ മീറ്റിംഗിനായി സ്തോത്രം കർത്താവെ. ഇതിൽ ഈ ഡിവൈസിനായി സ്തോത്രത്തിൽ കടന്നു വന്ന എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കാം കർത്താവ്. ബസാറെ വചന ശുശ്രൂഷിക്കുന്ന ദൈവാസിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വചന ശുശ്രൂഷ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. വചനം ഏറ്റെടുത്ത് കർത്താവ് ഞങ്ങൾ അനുസരണമുള്ളവരായി ഞങ്ങൾ ദൈവസ്ഥ നിത്യത്തിൽ എത്തുന്നവരായി തീരുവാൻ സഹായിക്കണമേ അപേക്ഷിക്കും കർത്താവെ. കർത്താവെ കൂടപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്ന രോഗികൾ, ദുഃഖിതർ, കഷ്ടം അനുഭവിക്കുന്നവർ, ഭാരം അനുഭവിക്കുന്നവർ, കടക്കാര്, ഞെരുക്കമുള്ളവർ, വിദ്യാഭ്യാസത്തിന്റെ സംബന്ധ വിഷയമേൽ വിവാഹ സംബന്ധ വിഷയത്തിൽ അങ്ങനെ പലവിധ പാഠത്തലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. ദൈവത്തിന്റെ വിടുതലും ആശ്വാസവും അയക്കണമേ അപേക്ഷിക്കും കർത്താവെ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. സോം ഡിവൈസിനെ നയം കർത്താവ് നേതൃത്വം നൽകുന്ന ഞങ്ങൾ സിജോയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഭാവിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. ഇന്ന് കൂടപ്പെട്ട എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവ്. ദൈവപ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്ന അപേക്ഷിക്കും കർത്താവെ. ഡിവൈസ് കടന്നു വന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഇന്ന് വരെ വചനം സൂക്ഷിച്ച് കടന്നു ദൈവാസന്മാരെ ദൈവമക്കളിൽ കയറി എല്ലാവരും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കും കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ദൈവഹിതമുള്ള വെളിപ്പെടണമേ കർത്താവെ. എന്റെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ അപേക്ഷിക്കും കർത്താവെ. കർത്താവെ ദൈവപ്രവൃത്തി ഈ ഞങ്ങളുടെ കർമ്മ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കും കർത്താവ്. പലവിധ പാഴത്താൽ പലവിധ ബുദ്ധിമുട്ടുള്ള ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ നേടിയ കർത്താവ് ഇടിവിൽ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ ദേശത്തിന് വിടുതലായി തീരുവാൻ, രാജ്യങ്ങൾക്ക് വിടുതലായി തീരുവാൻ കർത്താവെ, അനേകർക്ക് കർത്താവെ ക്രിസ്തുവിനെ അറിയുവാൻ കർത്താവ് ഇടിയാക്കണമേ അപേക്ഷിക്കും കർത്താവെ. അഭിഷേകം പ്രാപിക്കാത്ത ഈ നാളുകൾ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ച പുതുക്കൃപകളാൽ നിറയുവാൻ കർത്താവ്, രക്ഷിക്കപ്പെടാത്ത രക്ഷിക്കപ്പെടുവാൻ കർത്താവ്, സ്നാനപ്പെടുവാൻ കർത്താവ് ഇടിയാക്കണം. ദൈവപ്രവൃത്തി കർത്താവെ ഈ സൂം മീറ്റിംഗ് മാത്രം കർത്താവ് ദേശങ്ങളിൽ പഠനം മതലിപ്പാൻ കർത്താവ് അനേകർക്ക് വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ അപേക്ഷിക്കും കർത്താവെ. ദൈവാസ്യം ബലപ്പെടുത്തിനായി സ്വന്തം പിന്നിൽ പ്രവർത്തിക്കുന്ന സകലവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. ഞങ്ങൾ കൂടി വന്ന് ദൈവനാമത്തിനായി തീരുവാൻ സഹായിക്കണം കർത്താവ്. ഞങ്ങൾ അല്പസമയം ദൈവസനിലായിരിക്കുമ്പോൾ ദൈവം നടക്കണമേ. എല്ലാവരെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ദൈവത്തിന്റെ വചനം വേദാത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിപ്പാൻ മാനുഷികമായ ശബ്ദങ്ങളോ മാനുഷികമായ ആലോചന മാനുഷികമായ ബുദ്ധികളോ ഒന്നുമല്ല കർത്താവ്. ദൈവ ആത്മാവിന്റെ ശക്തിക്കായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങൾ സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. നീ കർത്താവെ ഇന്ന് കർത്താവെ ലീഡ് ചെയ്യുന്ന ദൈവാസി ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി ഞങ്ങളുടെ വെളിപ്പെടണം. എല്ലാം കൂടി ദൈവനാമത്തിനായിട്ട് കൂടപ്പെട്ട എല്ലാവരും ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച ജെഫിൻ ബ്രദറിനായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. പിന്നെ ഈ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള വിഷയങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിനായി ഭാരപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. കേരളത്തിനായി പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെ ജനങ്ങൾക്ക് അനുകൂലമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരേലും ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, രാത്രിയുടെ യാമത്തിൽ കർത്താവെ ഒരു പ്രാവശ്യം കൂടി എന്റെ പിതാവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗീയ രാജാവെ അവിടുന്ന് ഒരുക്കി തന്ന ഈ വൻ കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം കർത്താവെ. കേരളത്തെ ഓർത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ കർത്താവെ എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ എല്ലാം ഈറ്റുനോവിന്റെ ആരംഭമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. യേശുവേ നന്ദി അപ്പാ, നന്ദി പിതാവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ദൈവമേ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു രാജാപിതാവേ. സ്തോത്രം, സ്തോത്രം. ധന്യവാദം ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. യേശുവേ നന്ദി അപ്പാ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ദൈവമേ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എല്ലാ വാതിലുകളും കൊട്ടിയടയുമ്പോൾ പുതുവഴികളെ തുറക്കാൻ കഴിവുള്ള സർവേശ്വരന്റെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു
സമർപ്പിക്കുന്ന അപ്പാ. യേശുവേ നന്ദി അപ്പാ. സകലവും ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ശക്തനായവനിൽ തന്നെ ഞങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പായ്ക്ക് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ കർത്താവേ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ദൈവമേ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവമേ, എൻ്റെ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ കർത്താവേ? എൻ്റെ അപ്പായ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള സർവേശ്വരന്റെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഭാരപ്പെടുന്നതായ സമസ്ത വിഷയങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് എന്ന പോലെ അപ്പായുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ ദൈവമേ, തക്കതായ തുണകളെ ലഭിക്കാതെ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. മനുഷ്യനേകനായിരിക്കുന്നത് നല്ലെന്ന് എൻ്റെ അപ്പായുടെ ഇഷ്ടം കൂടിയാണെങ്കിൽ കർത്താവെ, 2025 കർത്താവെ, മനുഷ്യനെയും ദൈവത്തെയും ശങ്കയില്ലാത്ത ന്യായാധിപനെ വിധവ അസഹ്യപ്പെടുത്തിയപ്പോൾ അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത ദൈവമാണെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ സൃഷ്ടിതാവേ, ഞങ്ങൾ അപ്പയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ശക്തനായവനിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവെ. 2025 അനുഗ്രഹിക്കപ്പെട്ട തുണകളെ ഒരുക്കി ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കരയുന്ന കാക്ക കുഞ്ഞിനും തക്ക സമയത്ത് ഭക്ഷണം കൊടുത്ത് പോറ്റുന്ന ദൈവമേ, എല്ലാ ജീവജാലങ്ങളും എൻ്റെ അപ്പായുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന കർത്താവേ. യേശുവേ നന്ദി അപ്പാ. നന്ദി പിതാവേ. ഹല്ലേലൂയ. ഭൂമി പാദപീഠം സ്വർഗം സിംഹാസനമായിരിക്കാൽ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് എല്ലാ ഭൂസീമവാസികളെയും നോക്കിക്കാണുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ കഷ്ടങ്ങൾ, അങ്ങയുടെ മക്കളുടെ പ്രയാസങ്ങൾ, വേദനകൾ, കണ്ണുനീരുകൾ, പ്രതികൂലങ്ങൾ എല്ലാം ഒന്ന് ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആശിക്കാൻ ഇടമില്ല, ആശ്രയിക്കാൻ ഈ ഭൂമിയിൽ ഇടമില്ലപ്പാ. ഞങ്ങൾക്കൊരാശ്രയമുണ്ടെങ്കിൽ അതെൻ്റെ അപ്പായുടെ പാദപീഠം മാത്രമാണ് കർത്താവേ. യേശുവേ നന്ദിയപ്പാ. നീ മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുത്, യഹോവയിൽ ആശ്രയിച്ചുകൊള്ളുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊള്ളുക എന്ന് അങ്ങയുടെ വചനപ്രകാരം കർത്താവേ. ഞങ്ങളൊരു മനുഷ്യരിലുമല്ലല്ലോ അപ്പാ. ഞങ്ങളുടെ ആശ്രയം എൻ്റെ പിതാവിൽ മാത്രമാണ്. ഞങ്ങളുടെ സൃഷ്ടാവാൻ ദൈവമേ, അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവേ. നിന്ദിത പാത്രമായി മേവാൻ നായകൻ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന, ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ വയലിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബത്തെയും അവരുടെ തലമുറകളെയും എല്ലാം എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. പലയിടങ്ങളിൽ കർത്താവേ ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്ന കർത്താവേ, ജയിലറകളിൽ അടയ്ക്കപ്പെടുന്ന കർത്താവേ, എല്ലാം എൻ്റെ അപ്പ അറിയുന്നുണ്ടല്ലോ ദൈവമേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരം കുറിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണ ചെവി മന്ദമായിട്ടും എൻ്റെ കർത്താവേ, നിന്റെ മക്കൾ എവിടെയായിരുന്നാലും അവരെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു കരമുണ്ടല്ലോ അപ്പാ. അവരെ രക്ഷിക്കണമേ, പുറത്തു കൊണ്ടുവരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരോട് എതിർത്ത് നിൽക്കുന്ന ഓരോ നാവിന്മേലും ദൈവത്തിന്റെ സുവിശേഷം അവരുടെ നാവിന്മേൽ കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കർമ്മേൽ ഗ്രൂപ്പിനെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്ന, സകല കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന, പാട്ടുപാടിയ ദൈവദാസിയെ കർത്താവേ ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവേ. ദൈവദാസി പാടിയതുപോലെ നന്മയില്ലാതെ ഒരു തിന്മയും ചെയ്തിടാത്ത എൻ്റെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന കർത്താവേ, ഒരു നാളും എൻ്റെ അപ്പ ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് അരുളി ചെയ്ത കർത്താവേ, എത്ര മഹത്വം ഞങ്ങൾ കണ്ടിരിക്കുന്നപ്പ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, വചനം ശുശ്രൂഷിക്കാൻ കടന്നു വന്ന ദേവദാസി അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ അപ്പ. മാനുഷിക ശബ്ദമല്ല കർത്താവേ. ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളോടും കർത്താവേ അവരോട് സംസാരിക്കാനുള്ള വചനങ്ങളെ ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, കടന്നു വന്നിരുന്നത് പോലെ അല്ല കർത്താവെ, ആത്മസംതൃപ്തിയോടെ എഴുന്നേൽക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച സുശീല ആന്റിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവ കർത്താവിന്റെ ദാസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത വിഷയം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കാം. വെളിരാജ്യങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോകുവാൻ, അവർക്ക് വഴിയും വാതിലും ഒരുക്കുവാൻ വേണ്ടി ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിലെ സുവിശേഷകർക്കായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാലും.
രശ്മി സിസ്റ്റർ പ്രാർത്ഥിച്ചു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, നല്ല സന്ധ്യാസമയത്തിന് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന രാജാവേ, വീണ്ടും ഒരിക്കൽ കൂടി അപ്പ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, വിശേഷാൽ പറയപ്പെട്ട വിഷയങ്ങളെ അപ്പച്ച അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന തലമുറകളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവമേ അനർത്ഥം വ്യസനത്തിന് ഹേതുവായി തീരാതെ പരിശുദ്ധാത്മാവ് കർത്താവെ തലമുറകളെ വിടുവിക്കേണ്ടതിന് വേണ്ടി കർത്താവെ അവിടുന്ന് സഹായിക്കേണ്ടതിന് അപ്പച്ചന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കുടുംബജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് ഹാലിലിയ ഭവനങ്ങൾ അനാഥമായി തീരുന്ന അവസ്ഥകളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ജനം പുറത്തു വരേണ്ടതിന് കർത്താവെ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകി തരുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സമാധാനം ഓരോ ഭവനങ്ങളിലും വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശത്രുവിന്റെ പക്ഷത്ത് നിന്ന് ദൈവമേ അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ കർത്താവിന്റെ കാരം ദൈവമേ ഉയരത്തിൽ നിന്ന് നീട്ടി അങ്ങയുടെ മക്കളെ വിടുവിക്കേണ്ടതിന് അപ്പ അങ്ങ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. തലമുറകൾ ഒന്നും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗത്തില് ദൈവം ഇടവരുത്തില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ഭയമുള്ള ഒരു തലമുറയെ ദൈവം വാർത്തെടുക്കണമേ. പരിശുദ്ധാത്മാവ് ഓരോ ഇടങ്ങളിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശേഷ അഭിഷിക്തന്മാരുടെ തലമുറകൾ, ദൈവമക്കളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകുവാൻ എന്റെ ദൈവം ഇടവരുത്തല്ലേ കർത്താവെ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരു സൈന്യമായി ഞങ്ങളുടെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ദൈവമേ, അപ്പാ വാർദ്ധക്യം വരെയുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ഇടങ്ങളിലും കർത്താവെ ആ മാതാപിതാക്കളെ അനുഗ്രഹിക്കേണ്ടതിന് സംരക്ഷിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശാരീരികമായി ക്ഷീണത്തിലും പ്രയാസത്തിലൊക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പച്ചാ വിടിവിക്കുന്ന കരം അവിടുന്ന് തൊടണമേ. നല്ല ആരോഗ്യത്തോടെ പുഷ്ടിയോടെ കർത്താവെ അപ്പാ ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി ശോഭിക്കുവാൻ ഓരോ മാതാപിതാക്കളെയും കർത്താവെ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അവരുടെ നാവുകളെയും അവരുടെ മുഴങ്കാലുകളെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കേണ്ടതിന് അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ ഹല്ലേലൂയ കർത്താവെ അപ്പാ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. നല്ല ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്ത് കർത്താവെ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി അന്ത്യത്തോളം നിലനിൽപ്പാൻ ഓരോരുത്തരെ അപ്പച്ച അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നിയോഗിച്ച് അയച്ചിരിക്കുന്ന അങ്ങയുടെ അഭിഷിക്തയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിശുദ്ധാത്മാവ് തന്റെ നാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. വചനം തീ പോലെ വെളിപ്പെടണമേ. അഭിഷേകം സകലത്തെയും കൺട്രോൾ ചെയ്യണമേ എന്ന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. വ്യക്തിപരമായ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ആലോചനകളെ പറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ നിയോഗങ്ങളെ കൈമാറ്റങ്ങൾ ഇന്ന് രാത്രികാലമുള്ള ശുശ്രൂഷയിൽ വെളിപ്പെടണമേ കർത്താവെ. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ചില മുഖങ്ങളെ ദൈവമേ അവിടുന്ന് തകർക്കുമാറാകണമേ എന്ന് അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗിൽ അവിടുന്ന് വെളിപ്പെടുത്തി അപ്പച്ച അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസിയുടെ ഉച്ചന്തലം മുതൽ ഉള്ളിയങ്കാൽ വരെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവമേ അങ്ങ് നിറയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പാതിയോടന്തം പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെ നിയന്ത്രിക്കുന്നതിന് നന്ദി കർത്താവെ. ആലിലെ പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങ് എടുത്താട്ടെന്ന് ശ്രേന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം പ്രാർത്ഥിച്ച് സഹായിച്ച രശ്മി സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യാം. വചനം ഘോഷിപ്പാൻ ദൈവത്തിന്റെ വിലയേറിയ ദാസിയെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കാൽ സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ. മെസ്സേജിനായി ഡോക്ടർ ലിഡിയ പീറ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ലോർഡ്.
പ്രത്യേകിച്ച് ബിനോയ് പാസ്റ്ററോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലുള്ള മീറ്റിംഗ് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൊണ്ട് ഞങ്ങൾക്ക് വിളമ്പി തരുന്നതിന് വേണ്ടി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകീയ ശുശ്രൂഷയുള്ള ഒരു സിസ്റ്റർ, ഒരു ഡോക്ടറെ കൂടാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ വീഡിയോ ഒക്കെ ഓണാക്കി ദൈവനാമത്തിൽ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ പുതുതായി കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലോട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2.5 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എൻ്റെ കർത്താവ് ഈ ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയ ഡോക്ടറെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയമെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവനാമത്തിൽ മഹത്വപ്പെടട്ടെ. Amen, amen, amen. Greetings to you all in the mighty, marvelous name of Jesus Christ. It's good to see you all in the presence of God, and I'm so happy for being on this platform, and it's a great privilege that God has given me. And almost I thank Pastor Binoy Joseph and also even Sister Gracie for giving me such an opportunity for being on to this platform. Amen. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബിക്കോസ് എനിക്ക് ഇതൊന്നും മലയാളത്തിൽ പറയാൻ അറിയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ബിക്കോസ് ഞാൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിക്കാനും സംസാരിക്കാനും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും അവിടെ എവിടെയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് forgive me. ലൈക്ക് നിങ്ങളത് മൈൻഡ് ആക്കണ്ട, നിങ്ങളത് ക്ഷമിക്കുക. ബിക്കോസ് പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ ഭാഷകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മാവാണ്. ആമേൻ. I'm so sorry, എനിക്കൊരു ബാഡ് കോഫും കൂടി ഉണ്ട്. സോ forgive me for all these things. സോ എന്തായാലും നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അത് ഏറ്റവും അനുഗ്രഹപ്പെട്ട സമയമെന്ന് നമ്മൾ സ്പിരിച്വലി ആയിട്ട് എംപവർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ റെലം ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ പറയാറുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും രാത്രിയാമങ്ങളിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തോട് ചേർന്നിരിക്കുന്നതും ദൈവം ആരാ എന്ന് പലപ്പോഴും എനിക്ക് തിരിച്ചറിയുന്നത് എൻ്റെ രാത്രിയാമങ്ങളിലുള്ള പ്രാർത്ഥനയാണ്. അതേ സമയത്ത് പൈശാചിക മണ്ഡലങ്ങളോടുള്ള യുദ്ധവും രാത്രി സമയത്താണ് നമ്മൾ പലപ്പോഴും അത് ഫീൽ ആകുന്നത്, അത് നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കപ്പെടുന്നത്. ലീബ്ര അസ്മെന്റോറിയ ലഗസ്മെറ്റേറിയ ഷറബാന. ഞാന് എനിക്ക് ഇതൊന്നും മലയാളത്തിൽ പറയാൻ അറിയത്തില്ല. ബിക്കോസ് ഓൾറെഡി ദൈവം എൻ്റെ മൈൻഡിലേക്ക് ഓരോ വേർഡ്സുകൾ കൊണ്ട് ഇടുന്നതാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത്. അത് മലയാളത്തിൽ ഞാൻ പറയുന്നത്. ബിക്കോസ് യൂഷ്വലി ഞാൻ ഇംഗ്ലീഷിൽ സെർമൺ കൊടുക്കുന്നത് കൊണ്ട് എനിക്കത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഞാൻ അനുഭവിക്കപ്പെടാറുണ്ട്. ബട്ട് ഫ്രം ദ ലാസ്റ്റ് മന്ത് മുതൽ ലൈക്ക് ഫ്രം ദ ബിഗിനിങ് ഓഫ് എൻ്റെ മാരേജ് മുതൽ, April 10 എൻ്റെ മാരേജ്, അന്ന് മുതൽ ദൈവം എൻ്റെ ലാംഗ്വേജ് ബാരിയറിനെ ദൈവം ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ദൈവം എനിക്കറിയാത്ത ഭാഷകളിലേക്ക് ദൈവം എൻ്റെ സ്പിരിറ്റ് എന്നെ ലീഡ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. സോ ഞാൻ കർണാടകയിലാണ്. ബട്ട് റൈറ്റ് നൗ ഞാൻ മാരീഡ് ടു കാലിക്കറ്റിലേക്കാണ് ഞാൻ മാരി ചെയ്തേക്കുന്നത്. സോ ലൈക്ക് എൻ്റെ പ്രൊഫഷൻ മെഡിക്കൽ ആണെങ്കിലും ലൈക്ക് ഫോർ ദ ലാസ്റ്റ് 3-4 years ഞാനിപ്പോൾ മിനിസ്ട്രിയിലാണ്. ലൈക്ക് മോസ്റ്റ് ഓഫ് യു ഡസൻ നോ മീ ബിക്കോസ് ദൈവം എന്നെ ഈ ദിവസങ്ങളിൽ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എവ്രിതിങ് എന്താ പറയുന്നത്, നമുക്ക് ചിലതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം ഒരു 4 വാൾസിന്റെ അല്ലെങ്കിൽ 4 ചുമരിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ദൈവം നമ്മളെ ചിലതൊക്കെ പഠിപ്പിച്ചെടുക്കുന്നതും ദൈവം നമ്മളെ ചിലതൊക്കെ എന്താ പറയുന്നത് ദൈവം ആരാ എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നതും ഈ 4 ചുവരിന്റെ ഉള്ളിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ മീറ്റിംഗിൽ ഇരിക്കുന്നവരെല്ലാവരും ജസ്റ്റ് ഒരു വചനം കേൾക്കാൻ മാത്രം ഇരിക്കരുത്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് രാത്രിയിൽ നിങ്ങൾ അത് അനുഭവിക്കപ്പെടണം. നിങ്ങളുടെ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് റിസീവ് ചെയ്യണം. അത് ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളുടെ ജീവിതം അത് കൊണ്ടുവരണം. നിങ്ങൾ പല
മീറ്റിങ്ങിലും പല വചനങ്ങളും നിങ്ങൾ കേൾക്കുന്നതാണ്, നിങ്ങൾ പല പ്രൊഫസികളും കേൾക്കുന്നതാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതം വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്തുവായിക്കോട്ടെ, ആ സാഹചര്യത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് സകല ത്രഷോൾഡിനെ പൊട്ടിച്ചെടുക്കുന്ന, സകല മേഖലകളെയും സകല അന്ധകാരങ്ങൾ മണ്ഡലങ്ങളെയും പൊട്ടിച്ചെടുക്കുന്ന ആ ഓരോ ലെയറിലേക്ക്, ആ ലെയറിനെ പൊട്ടിച്ചെടുക്കുന്ന അഭിഷേകത്തിലേക്ക്, അതിന്റെ ബോൾഡ്നെസ്സിലേക്ക്, അതിന്റെ കോൺഫിഡൻസിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണം. ഹല്ലേലൂയ. എപ്പോഴും ഒരു പഴയ ഒരു പ്രാർത്ഥനയല്ല, പഴയ ഒരു ആരാധനയല്ല, എന്ന് എല്ലാത്തിനും പുതുക്കപ്പെടുന്ന ഒരു മേഖലകളിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കടന്നു വരണം. വെറുതെ വചനം കേൾക്കാൻ ഇരിക്കുന്നവരടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല unless and until നീ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നത്. വെറുതെ വചനം കേട്ടാൽ ഈ വചനം എന്ത് ചെയ്യും? നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിന് മുമ്പേ പിശാച് അത് കവർന്നു കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞത് എന്താണ് പോലും നിനക്ക് ഇന്നലെ എന്തായിരുന്നു ദൈവം നിന്നോട് സംസാരിച്ചത് വചനത്തിൽ എന്ന് നിന്റെ അടുത്ത് ഇന്ന് ചോദിച്ചാൽ നിന്റെ ഹൃദയത്തിലും ഇല്ല, അത് മൈൻഡിലും ഇല്ല. അതുകൊണ്ട് പിശാച് കവർന്നു കൊണ്ടുപോകാതെ ഇന്ന് രാത്രിയിൽ നീ ആത്മാവിനോട് ചേർന്നിരിക്കെ, ബിക്കോസ് ആത്മാവാണ് നിന്റെ വിടിവിക്കപ്പെടുന്നത്. ഒരു പാസ്റ്റർ അല്ല, ഒരു സിസ്റ്റർ അല്ല, ഒരു പ്രവാചകനല്ല, ഒരു പ്രവാചകിയല്ല നിന്നെ വിടുവിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് നിന്നെ വിടുവിക്കുന്നത്. ഒരു പ്രവചനം പറഞ്ഞുകൊണ്ട് നീ പ്രവചനം കേൾക്കാനായിരിക്കും പലയിടത്തും പോകുന്നത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ നിന്നോട് പറയുന്നു, എന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ നിന്റെ ജീവിതത്തിൽ ആ പുതുക്കത്തിലേക്ക് നീ വരുന്നില്ല. ഹല്ലേലൂയ. ആ പുതുക്കത്തിലേക്ക് നീ വരുന്നില്ല. ഇന്ന് രാത്രിയിൽ നിന്നോട് ഞാൻ പറയുന്നു, പ്രവചനപരം അല്ലെങ്കിൽ എന്താ പറയുന്നത്, വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ നിന്നിൽ ഉള്ള ആത്മാവ് പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും അതിശക്തമായി ഒരു 2 മിനിറ്റ് നേരം അന്യഭാഷയിൽ ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയായ വേളയിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ഫയർ ഇറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവേ ഈ മീറ്റിംഗിന് എതിരെ നിൽക്കുന്ന സകല റെസിസ്റ്റൻസുകളെയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പ്രിഡിക്ഷനുകളെയോ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു, അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ തീയിറങ്ങട്ടെ. മൈൻഡുകളിലേക്ക് തീയിറങ്ങട്ടെ. ശരീരങ്ങളിലേക്ക് തീയിറങ്ങട്ടെ. ബുദ്ധിമണ്ഡലങ്ങളിലേക്ക് തീയിറങ്ങട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ജനങ്ങളുടെ മേൽ, അവരായിരിക്കുന്ന ദേശത്തിന്റെ മേൽ, അവരായിരിക്കുന്ന രാജ്യത്തിന്റെ മേൽ, അവരായിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ റൂമിന്റെ മേൽ ഇന്ന് രാത്രിയിൽ തീയിറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങുന്നു. സകല അന്ധകാരങ്ങൾ മാറിപ്പോവട്ടെ. സകല ശാപങ്ങൾ മാറിപ്പോവട്ടെ. സകല ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ ഇവരുടെ ഹൃദയത്തെ ദൈവം ഓപ്പൺ ചെയ്യണം. യെസ്, ഓപ്പൺ ചെയ്യണം. യെസ് ലോർഡ്, ഓപ്പൺ ചെയ്യണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല നെഗറ്റീവ് സ്പിരിറ്റുകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ തീ, ദൈവാത്മാവേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വരട്ടെ. യെസ്, അത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് വെളിപ്പെടട്ടെ കർത്താവേ. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകലതും ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, വചനം അതിശക്തമായി, ദൈവാത്മാവേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് ജനങ്ങളെ വിടുവിച്ചെടുക്കണമേ കർത്താവേ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ. നമുക്കെടുത്ത് വായിക്കാം the Psalms chapter 51 verse 10. എനിക്ക് മലയാളത്തിൽ വായിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് someone read it in Malayalam. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. Amen. Hallelujah. ഇത് ഏറ്റവും നമ്മൾ
എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്, എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, സംഗീത ചേർച്ചിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഈ വചനമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ വചനത്തിൽ ഇതിനകത്തൊരു ഒരു മിസ്റ്ററി അല്ലെങ്കിൽ there is something hidden ആയിട്ട് ചിലത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവയർനെസ് ആയി നമ്മൾ നിൽക്കേണ്ടതും, ബിക്കോസ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും aware ആയി നിൽക്കേണ്ട ചില കാര്യങ്ങൾ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം ഈ വചനം എന്താ പറയുന്നത്, ദാവീദ് ലക്കസ് മെറ്റോറിയാന്തൽ പ്രബോഷസിയ, ദാവീദ് എന്താ പറയുന്നത്, പാപം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, പാപം ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ പാപം ചെയ്തപ്പോൾ അവൻ ആ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന അവന്റെ ഹൃദയത്തിലേക്ക് ആ ഗിൽട്ട് അനുഭവപ്പെട്ടപ്പോൾ അവൻ ഇവിടെ ദൈവത്തോട് പറയാണ്, എന്റെ ദൈവമേ, എനിക്കൊരു ശുദ്ധ ഹൃദയം എനിക്കൊരു ശുദ്ധ ഹൃദയം ഉണ്ടാക്കണമേ, എന്റെ ഉള്ളിൽ ശരിയായ ഒരു ആത്മാവ് അത് പുതുക്കണമേ. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പാപം ചെയ്ത ശേഷമാണ്, ഹല്ലേലൂയ, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പാപം ചെയ്ത ശേഷം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പോകുന്നു. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, പുതുക്കത്തിന്റെ ആത്മാവ് എന്റെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. എന്തിവിടെ പറയുന്നു, പുതുക്കത്തിന്റെ ആത്മാവ്. ആമേൻ. എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട്, പുതുക്കത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ആരും ഉറങ്ങിപ്പോവരുത്. ഉറങ്ങിപ്പോകുന്നവരുടെ പേര് അപ്പൊ തന്നെ ഞാൻ വിളിക്കുവേ. സോ ആരും ഉറങ്ങിപ്പോവരുത്. നിങ്ങളുടെ കണ്ണുകൾ ഞാൻ കാണണം, നിങ്ങളുടെ ഫേസ് ഞാൻ കാണണം. ബിക്കോസ് ഈ ഉറക്കത്തിൽ കൊണ്ടിരുന്നത് അതൊരു പിശാചാണ്. ഈ വചനം കേൾക്കാതെ നിങ്ങൾ ഓർക്കത്, രാവും പകലും നമ്മൾ വചനം കേൾക്കുമ്പോഴത്തേനും ഉറക്കം വരും, പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പിശാചാണെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാതെ ഇന്ന് രാത്രിയിൽ ആരും ഉറങ്ങണ്ട, എല്ലാവരും എഴുന്നേറ്റിരുന്നു. ഇന്ന് രാവിലെ 4 മണി വരെ ഇന്ന് പ്രാർത്ഥന നടക്കുകയാണ്. സോ ഹല്ലേലൂയ, നിങ്ങളുടെ സ്പിരിറ്റ് ഒക്കെ എംപവർ ആവട്ടെ. ഇന്ന് നമ്മൾ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. ബിക്കോസ് ഇത്ര നാൾ പിശാച് നമ്മൾ ഒതുക്കിയിട്ടിരിക്കുന്ന മേഖലകളുണ്ട്. ഹല്ലേലൂയ. അതിനെയൊക്കെ നമ്മൾ ഇന്ന് രാത്രിയിൽ പൊട്ടിച്ചെടുക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയാണോ പിശാച് നമ്മൾ ഒതുക്കിയിട്ടിരിക്കുന്നത്, അതിന്റെ മേഖലകളെ എല്ലാം നമ്മൾ പൊട്ടിച്ച് അതിനെ നിർമൂലമാക്കി നമ്മൾ രാജ്യത്തും ദേശത്തും തീയായി നിൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പിശാചിന് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് നിരുത്സാഹപ്പെടുത്തും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ബിക്കോസ് നിങ്ങൾ ഒരു യൂഷ്വൽ ആയിട്ട് ദൈവവചനം കേൾക്കുന്ന എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല. ബിക്കോസ് ദൈവാത്മാവ് എന്ത് പറയുന്നോ അതായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് വിളിച്ചു പറയുന്നത്. ലീബ്രോ അസ്മെന്റോറിയം ദൽ പ്രബോഷസിയ. ഇവിടെ ദാവീദ് പറയുന്നു, എനിക്കൊരു ശുദ്ധ ഹൃദയം ഉണ്ടാക്കണമേ, എന്റെ ഉള്ളിൽ ശരിയായ ആത്മാവ് പുതുക്കണമേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ദാവീദ് ഇവിടെ ഒരു പാപം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന് കരയുന്നത്. പക്ഷെ എന്നെ ഇതിനകത്ത് ഒരു വേർഡാണ് സ്ട്രൈക്ക് ചെയ്തത്, ശരിയായ ആത്മാവ് എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായ ഒരു ആത്മാവ്, ഹല്ലേലൂയ, ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിത ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാനുണ്ട്. നീ യഥാർത്ഥത്തിൽ ശരിയായ ആത്മാവിലാണോ നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ദാവീദിനെ എടുത്തു നോക്കിയാൽ ദാവീദ് ഒരു കിങ് ആണ്, ഒരു അഭിഷേകം ഉള്ളവനാണ്. പക്ഷേ എവിടുന്നോ ചിലതൊക്കെ ലൂസായി അവനിൽ നിന്ന്. ഹല്ലേലൂയ. എവിടുന്നോ ആ ദാവീദിൽ നിന്ന് എവിടുന്നൊക്കെയോ പിശാച് എന്ത് ചെയ്തു, ചില യഥാർത്ഥമല്ലാത്ത ചില ആത്മാവ് അവന്റെ മേൽ കയറി, ശരിയല്ലാത്ത ചില ആത്മാവ് അവന്റെ മേൽ കയറി. അവന്റെ മേൽ കയറിയിട്ട് അവൻ എന്ത് പാപ ചെയ്തത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, എന്ത് പാപ ചെയ്തത്?
What sin he committed? വ്യഭിചാരം. വ്യഭിചാരം. I mean like the adultery ആണ് എന്താ പറയുന്നത്, ഒരു അഭിഷിക്തനായ ഒരു പ്രാർത്ഥിക്കുന്ന ദാവീദിൽ നിന്ന് എന്താ പറയുന്നേ, പുറത്തു വന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ മനസ്സിലാക്കിക്കോണം, നിന്റെ മേൽ വ്യാപരിച്ചു നിൽക്കുന്നത് അത് യഥാർത്ഥ ആത്മാവാണോ എന്ന് നീ ഒന്ന് വിവേചിക്കാനുണ്ട്. നീ വേണമെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നീ വേണമെങ്കിൽ അന്യഭാഷ പറയുന്നുണ്ടാവാം, നീ വേണമെങ്കിൽ പ്രവചിക്കുന്നുണ്ടാവാം, നീ വേണമെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടാവാം, നീ എന്തൊക്കെ ചെയ്ത് കുറെ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിന്റെ ആത്മാവ് പുതുക്കപ്പെട്ടില്ലെങ്കിൽ ആര് വരും? ഒരു യഥാർത്ഥമല്ലാത്ത, ഒരു ശരിയായിട്ടല്ലാത്ത ഒരു ആത്മാവ് നിന്നിലേക്ക് കയറും. ഹല്ലേലൂയ. നിന്റെ മേൽ ആര് കയറും? ഒരു നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ദുരാത്മാവ് നിന്റെ മേൽ വാസം ചെയ്യാൻ വരും. ഇവിടെ ഞാൻ വിചാരിക്കുകയാണ്, ദാവീദ് അത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, ദാവീദിന് അറിഞ്ഞൂടെ ഇതൊരു പിശാചാണ് അവന്റെ മൈൻഡിൽ കൊണ്ടിട്ടതെന്ന്? നമ്മൾ ദൈവമക്കളായ നമ്മളോടും പിശാച് ഈ മേഖലയിലാണ് പോരാടുന്നത്. നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പറയും ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിനക്ക് നിന്നിൽ ആരെങ്കിലും നിന്നെ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ല സിസ്റ്ററെ നീ ഒന്ന് വിടുതൽ പ്രാപിക്കണം, അല്ല സിസ്റ്ററെ നിന്റെ സ്വഭാവം നീ ഒന്ന് മാറ്റണം എന്ന് നീ പറയുമ്പോൾ, നിന്റെ മുഖം വാടാനല്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിന്റെ ജീവിതം അവരിൽ എന്താ പറയുന്നത്, അവരിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനല്ല, നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തെ ദൈവവുമായി സറണ്ടർ ചെയ്ത് അത് യഥാർത്ഥ ആത്മാവാണോ നിന്നിൽ വസിക്കുന്നത് എന്ന് എന്താ പറയുന്നേ, ദൈവം ഒന്ന് പരിശോധിക്കാനുണ്ട്. ഹല്ലേലൂയ. ആരാണ് ദേഷ്യം കൊണ്ടിടുന്നത്? ആരാണ് മുൻകോപം കൊണ്ടിടുന്നത്? നീ സ്ഥാനപ്പെട്ടതാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പക്ഷെ ആരാണ് ഈ മുൻകോപം കൊണ്ടിടുന്നത്? ആരാണ് ഈ ജലസീനസ് കൊണ്ടിടുന്നത്? ജലസീനസിന്റെ മലയാളം എന്താ? മലയാളം ജലസീനസ്, അസൂയ. അസൂയ. യെസ്, അസൂയ കൊണ്ടിടുന്നത് ആരാണ്? നിന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് നിന്നെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുയിടുന്നു, നിന്നെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുയിടുന്നു, നിന്നെ എന്താ പറയുന്നേ, നിന്നെ എല്ലാ രീതിയിലും ഒതുക്കിക്കളയുന്നു. ഇതൊക്കെ ആരാ കൊണ്ടുയിടുന്നേ? ദുരാത്മാവാണ് കൊണ്ടുയിടുന്നത്. നീ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പക്ഷെ നിന്റെ ആ ലൂപ്പോളിൽ, നിന്റെ ജീവിതത്തിന്റെ ഏതോ മേഖലകളിൽ നിന്റെ ആത്മാവ് പുതുക്കപ്പെട്ടില്ലെങ്കിൽ ആര് കയറി വരും? പിശാച് നിന്നിലേക്ക് കയറി വരും. ഹല്ലേലൂയ. പിശാച് നിന്നിലേക്ക് കയറി വരും. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ നീ പരിശോധിക്കേ. ഇന്ന് എത്ര വ്യക്തികളുടെ മേൽ പിശാച് വ്യാപരിച്ചു നിൽക്കുന്നതെന്ന് നീ ഒന്ന് പരിശോധിക്കേ. ഹല്ലേലൂയ. നീ വിചാരിക്കോ പാമ്പ് പിശാച് സർപ്പമായിട്ടായിരിക്കും നിന്റെ എന്താ പറയുന്നത് ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്, എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ദേവന്മാർ ആ ദേവിമാരായിരിക്കും എന്താ പറയുന്നത് പിശാച് അവരിൽ വസിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ദൈവമക്കളുടെ മേലാണ് അധികം പിശാച് വ്യാപരിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. ബിക്കോസ് എന്തുകൊണ്ടാ? ഈ അസൂയ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. എന്താ പറയുന്നേ, എന്താ പറയുക, ഞാൻ എന്ന ഭാവം നിൽക്കും. അവിടെ ആര് കയറും? ലൂസിഫർ സ്പിരിറ്റ് കയറും. എന്നിട്ട് നീ ഇരുന്ന് പ്രാർത്ഥന, നീ ഇരുന്ന് ഉപവാസം എന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ സ്വഭാവത്തെ നീ ദൈവത്തിന്റെ മുമ്പാകെ അതിനെ തീയിലിട്ട് തന്നെ ദഹിപ്പിച്ചോണം. നിന്റെ സ്വഭാവം ദൈവത്തിന് ഹിതമല്ലാത്ത, യഥാർത്ഥമായിട്ടുള്ള ആ ആത്മാവല്ലാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, നിന്റെ കൂടെ നീ നടത്തിക്കുന്നുണ്ടെങ്കിൽ, നീ മനസ്സിലാക്കിക്കോളും ആ പിശാച് നിന്നെ കൊണ്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എന്താ പറയുക, കേരളത്തിൽ വന്ന പിന്നെ ഞാൻ കാണുന്നത് അനേകർ ഉപവസിക്കുന്നുണ്ട്, അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടണം, എല്ലാവർക്കും പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടണം. പക്ഷേ ദൈവാത്മാവ് ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവര് പറയുന്നു, സിസ്റ്ററെ ഞാൻ
ആമേൻ. സിസ്റ്ററെ, ഞാൻ ജനിച്ചത് ഇങ്ങനെയാണ്, ഓ എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. നോ, നിന്റെ സ്വഭാവം ഇങ്ങനെയല്ല. ബിക്കോസ് ആരൊക്കെ ക്രിസ്തുവിൽ നിൽക്കുന്നോ അവൻ എന്താകപ്പെടുകയാണ്? പുതിയ ക്രിയേഷൻ ആകപ്പെടുകയാണ്. അവൻ പുതിയതായി അവൻ ജനിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പുതിയതായി മാറുകയാണ്. അപ്പൊ അവന്റെ സ്വഭാവം മാറും, അവന്റെ ചിന്തകൾ മാറും, അവന്റെ മെന്റാലിറ്റികൾ മാറും എന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നത് ഇത് തന്നെയാണ്. നിന്റെ ആത്മാവിന്, യഥാർത്ഥമായ ആത്മാവിനെ നിന്റെ കൂടെ നിർത്തിക്കോണം. ഒരു എന്താ പറയുന്ന പൈശാചിക തലത്തിൽ നിൽക്കുന്ന ദുരാത്മാവിനെ അല്ല നിന്റെ കൂടെ നീ നിർത്തേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ദുരാത്മാക്കൾ നിന്റെ മൈൻഡിനോടോ നിന്റെ ശരീരത്തോടോ പോരാടുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോളൂ, പിശാച് നിന്നെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും ഇത് മാറത്തില്ല. ബിക്കോസ് ഇത് നിന്നിൽ നിന്ന് വരേണ്ടതാണ്. യഥാർത്ഥ ആത്മാവ് നിന്നിൽ നിന്ന് വരേണ്ടതാണ്. എന്താ പറയുക, പുതുക്കത്തിന്റെ ആത്മാവ് നിന്റെ അന്തരഭാഗത്തിൽ നിന്ന് വരേണ്ടതാണ്. അതാരും പ്രാർത്ഥിച്ചിട്ടല്ല വരേണ്ടത്, അത് നിന്നിൽ നിന്ന് വരണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നീ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകും, രോഗിയായി മാറും. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു സംഭവമുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ, 23-ാം വയസ്സിൽ തന്നെ ഞാൻ 17-ാം വയസ്സ് മുതൽ ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. 23-ാം വയസ്സിൽ ഞാൻ ദൈവം എന്റെ മേൽ ഒരു ഹീലിംഗ് അനോയിന്റിംഗ് എന്റെ മേൽ റിലീസ് ചെയ്തു. എന്റെ മേൽ പൈശാചിക മണ്ഡലങ്ങളെ ബ്രേക്ക് ചെയ്യുവാൻ അതിന്റെ മേൽ എക്സ്ട്രീം അതോറിറ്റി എന്റെ മേൽ റിലീസ് ചെയ്തു. പക്ഷേ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്റെ അടുത്ത് പറയാൻ തുടങ്ങി, നീ ലൂപ്പോളുകളെ അടച്ചോണം. ബിക്കോസ് പിശാച് നിന്നിലേക്ക് കയറാതെ, നിന്റെ മൈൻഡിലേക്ക് കയറാതെ, നിന്റെ ജീവിത എല്ലാ മേഖലകളിലും കയറാതെ നീ എന്ത് ചെയ്തോണം? നിന്റെ ആത്മാവിനെ നീ പുതുക്കിക്കൊണ്ടേ ഇരുന്നോണം. അതുകൊണ്ട് അന്യഭാഷ പ്രാപിച്ചത് കൊണ്ട് എല്ലാം നീ തികയുന്നില്ല. അന്യഭാഷ പ്രാപിച്ചത് കൊണ്ട് നിനക്ക് പിശാചിനെ റെസിസ്റ്റ് ചെയ്യാൻ നീ വിചാരിക്കണ്ട. ബിക്കോസ് ടു റെസിസ്റ്റ് ദ ഡെവിൾ, നീ പിശാചിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ നിന്റെ മേൽ എന്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കണം? ദ റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ്. നിന്റെ സ്പിരിറ്റ് എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പഴയത് എന്ത് പ്രാപിച്ചോ അതിൽ തന്നെ നീ ഇപ്പൊ ഇരുന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പഴയത് എന്ത് പ്രാപിച്ചോ അതിൽ തന്നെ നീ നിന്നുകൊണ്ടിരിക്കും. ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഉണർവ് വരണമെങ്കിൽ നിന്റെ മേൽ പുതുക്കത്തിന്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കണം. ഇന്നലെ പ്രാപിച്ചത് അല്ല ഇന്ന് നീ പ്രാപിക്കേണ്ടത്. ദൈവാത്മാവ് പറയുന്നു, നീ എപ്പോഴും പുതുക്കത്തിൽ നീ നിന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പിശാച് നിന്നെ കവർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ പലവർക്കും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തലയിൽ ഒരു പെരുപിരിപ്പം, എന്താ പറയുന്നത്, തലയിൽ ഒരു മന്ദിപ്പ് കൊണ്ടിടുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ മയക്കത്തിലേക്ക് കൊണ്ടിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ശരീരത്തെ പിശാച് കവർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മാവിൽ കയറി കത്താൻ പറ്റാത്തത്? ബിക്കോസ് നിന്റെ മേൽ നിൽക്കുന്നത് ദുരാത്മാവും കൂടെ നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയെന്ന് നീ മനസ്സിലാക്കിക്കോണം. ദുരാത്മാവ് നിന്നെ പിടിച്ചു വെച്ചിരിക്കുക. ഈ ദുരാത്മാവിനെ നിന്നിൽ നിന്ന് പൊട്ടിക്കണമെങ്കിൽ നിന്റെ മേൽ എന്ത് വേണം? തീ വരണം. ഹലൽ പ്രഭാര ഘടകസ്യ അന്തൽ പ്രബോറിയ റിഗൽ പ്രബോഷസിയ റിഗമ നെഗറ്റൂര ജാലം ദരേദരെ. ഈ കഴിഞ്ഞ ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഞാൻ വയനാട്ടിൽ നമുക്ക് സ്മോൾ ഗാദറിംഗ് ഉണ്ടായിരുന്നു. ഈ ഗാദറിംഗിൽ ഒരു വ്യക്തി, ഒരു ലേഡി, എന്താ പറയുക, പുള്ളിക്കാരത്തി പ്രവാചികയാണ്,
പുള്ളിക്കാരത്തി ശുശ്രൂഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ മീറ്റിംഗിൽ കയറിയപ്പോൾ, ലൈക്ക് നമ്മുടെ ഫിസിക്കൽ മീറ്റിംഗിൽ നമ്മൾ നിന്നപ്പോൾ, നമ്മൾ പുള്ളിക്കാരത്തി പ്രവചിക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചത് ഈ പുള്ളിക്കാരത്തിയിൽ നിൽക്കുന്ന ദുരാത്മാവിനെയാണ് കാണിച്ചത്. അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ആ പിശാചിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ആ പിശാചിനെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതുവരെ ദൈവത്തിൽ പ്രോഫസി പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി നേരെ പിശാചിന്റെ ഇൻഫ്ലുവൻസിലേക്ക് വരാൻ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിവേചിച്ചോണം. ആര് എന്ത് എങ്ങനെ പറയുന്നു, അത് ഏത് ആത്മാവിലാണ്. പക്ഷെ നിങ്ങൾ യഥാർത്ഥ ആത്മാവിൽ നിൽക്കണം ഇത് വിവേചിക്കണമെങ്കിൽ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ യഥാർത്ഥ ആത്മാവിൽ നിന്ന് വിവേചിക്കുമ്പോഴാണ് നിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി അത് യഥാർത്ഥ ആത്മാവാണോ അല്ലെങ്കിൽ അത് പൈശാചിക തലത്തിൽ നിൽക്കുന്ന ആത്മാവാണോ എന്ന് നിനക്ക് മനസ്സിലാകുന്നത്. അതാണ് പറയുന്നത് ഡിസേർണിംഗ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ഡിസേർണിംഗ് സ്പിരിറ്റിന്റെ മലയാളം എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്താ മലയാളം ഡിസേർണിംഗ് സ്പിരിറ്റിന്റെ? ആരും ഇതുവരെ കേട്ടിട്ടില്ല. വിവേചനാത്മാവ്. വിവേചനത്തിന്റെ ആത്മാവ്. അപ്പൊ യഥാർത്ഥ ആത്മാവ് ഉള്ളവനെ ഇത് മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. അതുവരെ പ്രവചനം, അതുവരെ ആത്മാവിൽ പറഞ്ഞതെല്ലാം പെട്ടെന്ന് പൈശാചിക ഇൻഫ്ലുവൻസിൽ പുള്ളിക്കാരത്തി മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു സഭയിൽ പോയപ്പോ ഞാൻ കണ്ടത്, ലൈക്ക് ഞാനും എൻ്റെ മദറും ഞാനും എൻ്റെ അമ്മയും ഒരു സഭയിൽ പോയപ്പോൾ ഞാൻ കണ്ടത് അവിടെ പ്രവചനം, ദ ഗിഫ്റ്റ് ഓഫ് പ്രൊഫറ്റിക്കൽ അവിടെ ഭയങ്കരമായി പവർഫുൾ ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, ഇവിടെ നിൽക്കുന്ന വിശ്വാസികളെ എല്ലാത്തിൻ്റെ മേൽ ഭൂതങ്ങൾ ഇരിക്കുക. ഇവർക്ക് പ്രവചനപരമല്ല, ഇവർക്ക് വചനം പറഞ്ഞാൽ പോലും ഇവർ എത്ര പേര് അതിനെ ഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അമ്മേ. ലൈക്ക് എന്താ പറയുന്നത്, എനിക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ അമ്മ വചന ശുശ്രൂഷയിലേക്ക് കയറി. അന്ന് അമ്മയായിരുന്നു ദ സ്പീക്കർ, ദ വേർഡ് ഓഫ് ഗോഡ് പറയാൻ, മിനിസ്റ്റർ ചെയ്യാൻ അമ്മേനായിരുന്നു ഇൻവൈറ്റ് ചെയ്തത്. സോ അമ്മ ലൈക്ക് when she was sharing the word of God, പുള്ളിക്കാരത്തി വചനം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പൈശാചിക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന എത്ര വ്യക്തികളാണോ, ലൈക്ക് ഹൗ മെനി പീപ്പിൾ ഹാവ് ഗാദർഡ്, എത്ര വ്യക്തികളാണോ അവിടെ നിന്നിരുന്നത്, അവിടെ എല്ലാത്തിൻ്റെ മേലും പിശാചളകാൻ തുടങ്ങി. അപ്പോൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വചനം ആര് കവർന്നുകൊണ്ടിരിക്കുന്നു? നമ്മളുടെ മേൽ നിൽക്കുന്ന ദുരാത്മാവ്. എന്തുകൊണ്ടാ വചനം നിന്റെ ഹൃദയത്തിലേക്ക് പോവാതിരുന്നത്? എന്തുകൊണ്ടാ വാക്തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടാൻ പറ്റാത്തത്? ബിക്കോസ് നമ്മൾ നിൽക്കുന്ന ആ ദുരാത്മാവ് ഒരിക്കലും നമ്മളെ എന്താ പറയുന്ന വാക്തത്വങ്ങളിലേക്കോ ആ വചനത്തെ റിസീവ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും സമ്മതിക്കത്തില്ല. അതിനെ നിങ്ങൾ പൊട്ടിച്ചെടുക്കണം. ഇവിടെ ദാവീദ് ദൈവത്തിന്റെ മുമ്പാകെ മനമുരുകി. ദാവീദ് ദൈവത്തിന്റെ മുമ്പാകെ വന്ന് കരഞ്ഞു പറയാം, ദൈവമേ, നീ എന്റെ പുതിയ ഹൃദയം തരണം, എന്റെ പാപം ദൈവം ക്ഷമിക്കണം. ഹല്ലേലൂയ. നമ്മൾ പാപം ചെയ്ത നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ദൈവമേ, എന്റെ പാപം ക്ഷമിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പിന്നെ പാപത്തിൽ കൊണ്ട് നിൽക്കും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്ന ഒരു സംഭവമുണ്ട്, എന്റെ ഹൃദയത്തെ പുതിയ ഹൃദയം ദൈവം തരണം, യഥാർത്ഥ ശരിയായിട്ടുള്ള ആത്മാവിനെ എന്റെ മേൽ പകരപ്പെടണം. അപ്പം നിന്റെ ജീവിതത്തിൽ എന്താ പറയുക, പാപം ചെയ്ത് എന്റെ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥന നിർത്തിപ്പോവാനല്ല, നീ അവിടെ ഇരുന്ന് നീ കത്താൻ തുടങ്ങണം, എന്റെ ദൈവമേ എന്റെ മേൽ പുതിയൊരു ആത്മാവിന് പകരപ്പെടണമേ. ബിക്കോസ് പിശാച് നിന്റെ പാപം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം,
നിന്റെ മേൽ ദുരാത്മാവ് വ്യാപരിച്ചു നിൽക്കുന്നുണ്ട്. നിന്റെ മൈൻഡിന്റെ മേൽ ദുരാത്മാവ് വ്യാപരിച്ചു നിൽക്കുന്നുണ്ട്. നിന്റെ കണ്ണുകളുടെ മേൽ ദുരാത്മാവ് വ്യാപരിച്ചു നിൽക്കുന്നുണ്ട്. നിന്റെ നാവിന്റെ മേൽ ദുരാത്മാവ് വ്യാപരിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് പറയുന്നു, നീ യഥാർത്ഥ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കേ. നീ യഥാർത്ഥ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കേ. ലീബ്ര അസ്മെന്റോറിയ റഗക്ഷനാധികാര ഘടകസ്യ. നമ്മൾ ഈ കെയ്ൻ ആൻഡ് ഏബൽ ബൈബിളില് ജെനസിസിൽ പറയുന്നു. കെയ്ൻ ആൻഡ് ഏബൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കെയ്ൻ ആൻഡ് ഏബൽ അവര് സിബ്ലിങ്സ് ആയിരുന്നു. They were good. അവർക്ക് അവരുടെ ഇടയിൽ നല്ലൊരു എന്താ പറയുന്ന ഒരു സിബ്ലിംഗ് ഹുഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവര് ദൈവത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ there is something entered into Cain. ഒരു സ്പിരിറ്റ് കെയ്നിലേക്ക് വ്യാപരിക്കപ്പെട്ടു. അതേത് സ്പിരിറ്റാന്നറിയോ? അതേ സ്പിരിറ്റാ കെയ്നിലേക്ക് വ്യാപരിച്ചത്. Evil spirit. ഈവിൾ സ്പിരിറ്റ് ആണെന്നറിയാം. I do know evil jealousy. എന്തുകൊണ്ടാ? കെയ്നും ദൈവത്തിനും കൂടെ നടന്നതല്ലേ. ദൈവം എന്താ പറഞ്ഞത്? കെയ്നും ദൈവത്തിനും കൂടെ നല്ല റിലേഷൻഷിപ്പിലല്ലേ നിന്നത്. പക്ഷെ എന്ത് പറ്റി? എവിടെയോ പിശാചിന്റെ ലൂപ്പ് ഹോൾ അവനിൽ കണ്ടു. പിശാജ് കേറി ജലസി ആയിട്ട് അവന്റെ മേൽ കേറിയിട്ട് എന്ത് ചെയ്തു? അവനെ കവർന്നുകൊണ്ടാ പിശാജ് പോയെ. നീ വിചാരിക്കും ഞാൻ ആരെയും കൊല്ലുന്നില്ലല്ലോ, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം മതി പിശാച് നിന്നെ കവർന്നുകൊണ്ട് പോവാൻ. ഹല്ലേലൂയ. ഇന്ന് നീ വിവേചിച്ചോണം. നിന്റെ ജീവിതത്തെ എടുത്ത് നീ മുമ്പിലേക്ക് വെച്ചോണം. ബിക്കോസ് നീ ഒരു ചെറിയ ഒരു സംഭവം മതി പിശാച് നിന്നെ കവർന്നു കൊണ്ടുപോകാം. സൗളിന് എന്ത് പറ്റി? നമ്മൾ നോക്കിയാൽ സൗൾ എന്താ പറയുന്നത്? ഹി വാസ് എ ഗുഡ് കിങ്. അവൻ നല്ലൊരു രാജാവായിരുന്നു. പക്ഷേ അവൻ നല്ലൊരു അനോയിന്റഡ് ആയിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് എന്തോ പറ്റിപ്പോയി. അത് ഏത് സ്പിരിറ്റാ കയറിയത്? അതും ജലസി. ദൈവത്തിന്റെ മുമ്പാകെ തന്നെ പിശാച് അവനെ കവർന്നു കൊണ്ടുപോയി. ഹല്ലേലൂയ. ദുരാത്മാക്കൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് നമ്മളെ കവർന്നെടുക്കാനാ ദുരാത്മാക്കൾ നോക്കുള്ളൂ. ഹല്ലേലൂയ. ദുരാത്മാവ് നോക്കുന്നത് നിന്നെ കവർന്നെടുക്കാനാണ്, നിന്നെ ക്യാപ്ചർ ചെയ്യാനാണ്. ആ മേഖലയിലാണ് പിശാച് നിന്നോട് നിൽക്കത്തുള്ളൂ. നീ പിന്നെയും ദൈവത്തിന്റെ മുമ്പാകെ വരും. നീ പിന്നെയും ദൈവത്തിന് മുമ്പാകെ നീ റിസ്റ്റോറേഷനിൽ നിൽക്കും. പക്ഷേ പിന്നെയും പിശാച് എന്ത് ചെയ്യും? നിന്നെ ഈ ലൂപ്പ് ഹോളിൽ കയറി വരും. ഓ ജലസിയായി, ദേഷ്യമായി. ചിലവർക്കൊക്കെ എന്ത് സംസാരിക്കുന്നത് തന്നെ അവർക്ക് അറിയത്തില്ല. ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. ചിലവരൊക്കെ സംസാരിക്കുന്നത് വേറൊരു ഹൃദയങ്ങളെ എന്താ പറയുന്നത് ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ. ദൈവാത്മാവ് പറയുന്നു അതൊക്കെ ദുരാത്മാവാ. റിഗൽ പ്രഭാര ഘടകസിയ ദുരാത്മാവ്. റിഗൽ പ്രഭൂഷന്തൽ ഘടകന്ധരാധികാര. നമ്മൾ സാംസനെ എടുത്തു നോക്കിയാൽ സാംസൺ എന്താ ദൈവത്തിന്റെ ഇമ്മൻസ് സ്ട്രെങ്ത് അവന്റെ മേൽ പകർന്നത്. പക്ഷെ അവന്റെ മേൽ അവൻ അനോയിന്റഡ് ആയിരുന്നു, അവൻ വലിയ പ്രാർത്ഥനക്കാരനായിരുന്നു. പക്ഷേ എന്ത് പറ്റി? എന്ത് സ്പിരിറ്റ് അവനിൽ വ്യാപരിച്ചു നിന്നത്? എന്ത് സ്പിരിറ്റാ വ്യാപരിച്ചു നിന്നത്? ലൈക് someone എന്ത് സ്പിരിറ്റാ വ്യാപരിച്ചു നിന്നത്? അഡൾട്ടറി. ഇതിൽ മനസ്സിലാക്കിക്കോണം, പിശാച് നമ്മളെടുത്ത് നമ്മളെ കവർന്നെടുക്കാനാണ് പിശാച് നോക്കുന്നത്. അതുകൊണ്ട് ശക്തിയെ എപ്പോഴും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ വചനം റിഗൽ പ്രഭാര ഘടകസ്യ. നമുക്ക് എഫേസ്യൻസ് 5:18 പോവാം. Ephesians, the book of Ephesians, chapter 5, verse 18. വേഗം എടുത്ത് വായിച്ചാട്ടെ. Ephesians chapter 5, verse 18. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, വീഞ്ഞു കുടിച്ചു മത്തരാകരുതേ, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. Yes. So വീഞ്ഞു കുടിച്ച് this is Ephesians 5:18 അല്ലേ? Ephesians. Okay. So യെസ്. സോ ഇവിടെ പറയുന്ന ആത്മാവിനാൽ നിറയുക. തെറ്റായ ആത്മാക്കൾ പിടിച്ച്
എന്താ പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, ലൈക്ക് ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് കവേർഡ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കമ്മയ്ക്കുന്നു. ആ മലയാളത്തിലൊന്ന് ഒരിക്കൽ കൂടെ അത് വായിച്ചോട്ടെ. ലെറ്റ് മീ ആ വേർഡിലൊന്ന് എടുക്കട്ടെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുതേ, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. യെസ്, വീഞ്ഞ് കുടിച്ച് മത്തരാകൽ, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. And go to ഇത് എബ്രായർ, the book of എബ്രായർ 4:12 വായിച്ചാട്ടെ. എബ്രായർ, the book of Hebrews chapter ദൈവത്തിന്റെ 4. വചനം ജീവന് ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. Amen. ഇവിടെ നമുക്ക് മനസ്സിലാകാം, ദൈവത്തിന്റെ വചനം അത് മൂർച്ചയുള്ള വാളാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ അശുദ്ധാത്മാക്കളെ അല്ലെങ്കിൽ ദുരാത്മാക്കളെ നമ്മൾ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ ചില വേലികളെ ഇട്ട് ബൗണ്ടറികളെ ഇടണമെങ്കിൽ അതിന് എന്ത് വേണം? വചനം വേണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന അതിൽ തീവ്രതയുമായിരിക്കണം. പ്രാർത്ഥനയിൽ കൂടെ വചനവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കലർത്തണം. എന്നാൽ മാത്രമാണ് എന്താകുന്നത്? ആ വചനം വാളായി സകല ദുരാത്മാക്കളെ, നമ്മളുടെ ജീവിതത്തോട് പോരാടുന്ന സകല മേഖലകളെ അതിന് എന്ത് പറ്റും? വെട്ടിമാറ്റാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറെ ഇരുന്ന് സ്തോത്രം പറയും, കുറെ ഇരുന്ന് ആരാധിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ കംപ്ലീറ്റ് ഡെലിവറൻസ് നമ്മൾ അനുഭവിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഫുൾ ഡെലിവറൻസ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടണമെങ്കിൽ നീ along with the word of God, along with വചനം, നീ എന്ത് ചെയ്യണം? പ്രാർത്ഥനയും കൂടെ കലർത്തണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയും കൂടെ ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കപ്പെട്ട ഒരു സ്പിരിറ്റ് ആയിരുന്നു, ദ സ്പിരിറ്റ് ഓഫ് ഹെഡേക്ക്. എന്റെ തലയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു തലവേദന കൊണ്ട് എന്റെ മെഡിസിൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഫോർ ഇയേഴ്സ് ഞാൻ അനുഭവിക്കപ്പെട്ട ഒരു പെയിൻ ആയിരുന്നു, ഭയങ്കര ഹെഡേക്ക്. എന്ത് കാണിച്ചാലും, ലൈക്ക് ഫോർ എ മൂവ്മെന്റ് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചാലും, അല്ലെങ്കിൽ ഈവൻ ഞാൻ പഠിക്കാനിരുന്നാൽ പോലും എന്താ പറയുക, ഞാൻ എപ്പോഴും സഫർ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഹെഡേക്ക്. ഞാൻ എന്തൊക്കെ മെഡിസിൻ എടുത്താലും അതിനകത്ത് ഒരു ക്യൂർ ഇല്ല. ഡോക്ടേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ലിഡിയ, മേ ബി നീ മൈഗ്രെയിൻ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്, അതിന്റെ ടാബ്ലറ്റ് എടുക്ക്. ഈവൻ ഐ സ്റ്റാർട്ട് ടേക്കിംഗ്, ഞാൻ അത് എടുക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ക്യൂർ പോലും എനിക്കത് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 years ബാക്ക് ഞാനൊരു ഫാസ്റ്റിംഗിൽ ഇരുന്നു, ലൈക്ക് 3 days ഫാസ്റ്റിംഗ് ഇരുന്നത്. എന്റെ അഭിഷേകത്തിന്റെ ആ ഒരു ഇൻക്രീസ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതുക്കത്തിലേക്കായിരുന്നു, അല്ലെങ്കിൽ ദൈവമേ എന്റെ മേൽ ഒരു പുതിയ ഒരു അഭിഷേകത്തിന്റെ പതപ്പ് എന്റെ മേൽ വ്യാപരിക്കപ്പെടണേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ഇരുന്ന് പ്രാർത്ഥിച്ച് കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഏതോ ഒരു പിശാചിന്റെ കൈ എന്റെ തലയുടെ മേൽ നിൽക്കുന്നതാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ്? ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, എങ്ങനെയാണ് ഈ പിശാച് എന്റെ തലമേൽ വന്ന് തൊടുന്നത്? നമ്മൾ എല്ലാവരുടെ ചോദ്യം അതാണ്. ഇത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, എങ്ങനെയാണ് പിശാച് വന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് കയറുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്ന് അലട്ടുന്നത്? പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ചിലതൊക്കെ തീ ഇറങ്ങിയാലേ നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ. യഥാർത്ഥ തീ ഇറങ്ങിയാലാണ് നമ്മളിൽ നിന്ന് ചിലതൊക്കെ വിട്ടുപോകത്തുള്ളൂ. അതുവരെ നമ്മുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കും. അത് രോഗമായും എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിന്റെ സ്വഭാവത്തിന്റെ മേഖലകളിലായിരിക്കും. പിശാച് എന്ത് ചെയ്യും? നിന്റെ പുറകെ നടക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് നോക്കിക്കൊണ്ടിരിക്കുക ആരെ വീഴണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നീ മനസ്സിലാക്കിക്കോണം, അവിടെ പിശാച് ഒരു സൈഡ് നിന്നെ വീഴാൻ നോക്കിയിരിക്കുമ്പോൾ നീ ഒരു സൈഡ് പിശാചിനെ നീ അടപ്പിക്കുന്ന അഭിഷേകത്തിലേക്ക് നീ കയറി വരണം. ഹല്ലേലൂയ. പിശാചിന്റെ നാവിനെ അല്ലെങ്കിൽ പിശാചിന്റെ വായിനെ എന്താ പറയുന്നത്, ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന അഭിഷേകത്തിലേക്ക് നീ കയറി വരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് പറ്റും?
പിശാച് നിന്നെ വിഴുങ്ങിക്കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ, വിഴുങ്ങിക്കൊണ്ടേ പോകത്തുള്ളൂ. എന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു. പിശാചിനെ നോക്കിക്കൊണ്ടിരിക്കുക എവിടെ അതിനെ തളർത്തിയിടുന്നതെന്ന്. എന്നെ ദൈവാത്മാവ് ആത്മാവിൽ കാണിക്കുന്നു. ചിലവരെയൊക്കെ പിശാച് നോക്കിക്കൊണ്ടിരിക്കുക, രോഗത്തിൽ അടിമത്തത്തിൽ കൊണ്ടിടുന്ന അതൊരു ദുരാത്മാവാണെന്ന് ദൈവാത്മാവ് പറയുന്നു. ഈ ദുരാത്മാവിനെ എങ്ങനെ നിനക്ക് പൊട്ടിച്ചെടുക്കാം? നീ പറയണം, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. പിശാചേ, എന്റെ ശരീരത്തിൽ നിനക്ക് അവകാശമില്ല. കാലങ്ങളായി നീ എന്റെ ശരീരത്തോട് പോരാടി നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ അത് ബ്രേക്ക് ആവട്ടെ എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിലേക്ക് നീ ലൈഫിനെ ഡിക്ലെയർ ചെയ്യണം. നീ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിന്നിൽ അധികാരം വെളിപ്പെടും. പിശാച് നിന്നെ അധികാരത്തിൽ നിർത്തിപ്പിക്കാൻ ഇഷ്ടമല്ല. പിശാച് എപ്പോഴും നിന്നെ എന്താ പറയുന്നത്, ദൈവമേ, നിന്നെ എപ്പോഴും ഒരു സാഡ്നെസ്സിൽ കൊണ്ടുപോയിട്ട്, ഒരു സോറോനെസ്സിൽ കൊണ്ടുപോയിട്ട്, നിന്റെ ഹൃദയത്തെ ഒരു എപ്പോഴും ഒരു വിഷമത്തിൽ പിശാച് നിന്നെ കൊണ്ടേയാക്കിയിടും. എന്നിട്ട് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്റെ അധികാരത്തെ നീ പുതുക്കിക്കോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ അധികാരത്തെ നീ പുതുക്കിക്കോണം. നീ അധികാരത്തിൽ നിൽക്കുമ്പോഴാണ് സകല പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങത്തുള്ളൂ. നീ അധികാരത്തിൽ നിൽക്കുമ്പോഴാണ് സകല ദുരാത്മാക്കളുടെ നിർമൂലമാകത്തുള്ളൂ. ഞാൻ റീസെന്റ് എന്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ കോഴിക്കോടിലാണ് എന്റെ ഹസ്ബൻഡ് വീട്. അവിടെ ഞാൻ നിൽക്കുകയാണ്. അപ്പം മലാപ്പറമ്പ് എന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ എന്റെ ചുറ്റു ഓൾ ദ നെയ്ബേഴ്സ് അവിടെ എല്ലാ ഹിന്ദുക്കളാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ 4 സൈഡും 4 കാവുകളാണ്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ മോസ്റ്റ് ഓഫ് ദ റിലേറ്റീവ്സ് എല്ലാം അവരൊക്കെ ഹിന്ദുക്കളാണ്. എന്റെ ഹസ്ബൻഡ് കുറെ കുടുംബക്കാരൊക്കെ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീടിന്റെ മേളിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വരാറുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ട്. എന്റെ മദർ ഇൻ ലോന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അവിടുത്തെ കുടുംബക്കാര്, അവിടുത്തെ വീട്ടിലടുത്ത് താമസിക്കുന്നവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഞാൻ കല്യാണം കഴിച്ച് വന്നേ പിന്നെ ആഫ്റ്റർ 3 days ഞാൻ എന്റെ നോർമൽ റൂട്ടീനിലേക്ക് വന്നു. ഞാൻ അതിരാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, രാത്രിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒറ്റ ഒരെണ്ണം ഭവനത്തിലേക്ക് വരുന്നില്ല, ഒറ്റ ഒരെണ്ണം വീട്ടിലേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ എന്റെ മദർ ഇൻ ലോന്റെ അടുത്ത് ചോദിച്ചു, ഇവരിപ്പോ ആരും ഒറ്റ ഒരെണ്ണത്തിന് കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഇതിനും ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആൾക്കാർ ആരെങ്കിലൊക്കെ വരുന്നില്ല, എനിക്ക് അത്ര അവെയർ ആയിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ഞാൻ വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, ആന്റീനെ ഞാൻ വീട്ടിലേക്ക് കണ്ടില്ലല്ലോ എന്തോട്ട്. അപ്പം എടുത്ത വായിക്ക് ഒരു ആന്റി പറയാ എൻ്റെ അടുത്ത, ലിഡിയ, നമ്മൾ വീട്ടിലേക്ക് വന്നു, പക്ഷെ നീ അവിടെ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥന നിശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ എന്തോ തരിക്കാൻ തുടങ്ങി. നമ്മൾ വേഗം ആ വീട് വിട്ടു പോയി. ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ സ്കൂട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ഞാൻ മെല്ലെ സ്കൂട്ടിയൊക്കെ എടുത്ത് പഠിക്കുമ്പോ അവിടെ നിൽക്കുന്ന ആ ദേശത്തിൽ നിൽക്കുന്ന ആൾക്കാര് എപ്പോഴും ഞാൻ എന്റെ ചെവിയിലും എന്റെ ചെവിയിൽ ആഭരണമൊന്നും ഇടാത്തത് കൊണ്ട് ഇവരെപ്പോഴും പെട്ടെന്ന് നോട്ടഡ് ആണ്. അപ്പൊ എന്റെ അടുത്ത് പറയും, കുറച്ച് പൂജാരികളൊക്കെ എന്നെ കാണുമ്പോ പറയും, ലിഡിയ, നീ ഒരു പെന്തിക്കോസ്താരിയല്ലേ? ഞാൻ പറഞ്ഞു, പെന്തിക്കോസ്താരി അല്ല, പക്ഷെ ഞാൻ ഒരു യേശുവിന്റെ ഡിസൈപ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര പ്രാർത്ഥനയായിരിക്കല്ലോ എന്ന് ഒരു പൂജാരി എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എടുത്ത വായിക്ക പൂജാരി പറയുക എന്റെ അടുത്ത്, നമ്മൾ നമ്മുടെ ദൈവത്തെ പുനഃസൃഷ്ടിക്കാൻ പോവുക. മീൻസ്
അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർപ്പശക്തിയുടെ ആ ശക്തി എന്ത് ചെയ്യാ റെഡ്യൂസ് ചെയ്തപ്പോൾ അവർ പുനഃസൃഷ്ടിക്കാൻ പോവാ. മീൻസ് ഐ ഡോണ്ട് നോ ദാറ്റ്സ് വാട്ട് ലൈക്ക് എന്താ പറയുക, അതാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ എന്താ പറയുന്നത്, അവര് റിന്യൂ ചെയ്യാൻ പോവാ. ആ സ്പിരിറ്റിന് പിന്നെയും റിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഞാൻ വിചാരിക്കുകയാണ്, പിശാചിന് അറിയാം ഒരു ദൈവ പൈതൽ ആ ദേശത്തിൽ നിൽക്കുമ്പോൾ. ഒരു പിശാചിന് അറിയാം ഒരു യഥാർത്ഥ എന്താ പറയുന്ന സ്പിരിറ്റ് അവിടെ വ്യാപരിച്ച് നിൽക്കുമ്പോൾ. പിശാചിന് അവിടെ അറിയാം. അത് പിശാച് നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കാണുമ്പോ തന്നെ പിശാചിന് അറിയാം. ഹല്ലേലൂയ. എന്ന് രാത്രിയിൽ നീ മനസ്സിലാക്കിക്കോണം, നീ ആയിരിക്കുന്ന ദേശത്തിന്റെ മേൽ നീ ഫസ്റ്റ് യഥാർത്ഥമായ ആത്മാവിൽ നിന്നാലാണ് നിനക്ക് ദുരാത്മാവിനെ അവിടെ നിർമൂലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൽ പ്രപോഷസിയ ദീനപ്രഭാര ഘടകസിയ. അങ്ങനെ കഴിഞ്ഞ മാസം അവിടെ ഇരുന്ന് ഞാൻ 3 ദിവസം ഉപവാസത്തിലായിരുന്നു. ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ലൈക്ക് എന്താ പറയുന്നത്, ലൈക്ക് എല്ലാവരും എന്നെ കാണും, സംസാരിക്കും, ചിരിക്കും, എല്ലാം നിൽക്കും. അപ്പൊ ഞാൻ യേശുവിനെ കുറിച്ച് ഇവരെടുത്ത് പറയുമ്പോൾ ഇവർ പറയും എനിക്ക് ആ രോഗമാണ്, ഈ രോഗമാണ്. ഞാൻ അപ്പൊ തന്നെ റോട്ടിൽ നിന്ന് തന്നെ അവന് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അവർ പെട്ടത് നമ്മൾ വിടുതൽ പ്രാപിച്ചല്ലോ എന്ന്. ഇവർ ആ നാട്ടുകാരടുത്തും എല്ലാ ആൾക്കാരടുത്തും പറയും നമ്മളെക്കാട്ടും വലിയൊരു മന്ത്രവാദി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നമ്മളെക്കാട്ടും ഏറ്റവും വലിയൊരു മന്ത്രവാദി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അവളൊരു പെണ്ണ, അവളുടെ പേര് ലിഡിയ, അവളൊരു ഡോക്ടറാ, നമ്മളെക്കാട്ടും വലിയൊരു മന്ത്രവാദിയാ. ഇപ്പൊ ആ മലാപ്പറമ്പിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിട്ടാണ് എന്നെ. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ യഥാർത്ഥ ആത്മാവിൽ നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ എവിടെ നിൽക്കുന്നോ, ഏത് ദേശത്തിൽ നിൽക്കുന്നോ, ഏത് ഭവനത്തിൽ നിൽക്കുന്നോ, നമ്മൾ യഥാർത്ഥ ആത്മാവിൽ നിന്നാൽ നമുക്ക് ആ ദേശത്തെ കീഴടക്കാൻ പറ്റും. ഹല്ലേലൂയ. ആ ദേശത്തെ കീഴടക്കാൻ പറ്റും. ആ രാജ്യത്തെ നമുക്ക് കീഴടക്കാൻ പറ്റും. ലൈക്ക് റീസെന്റ് ഞാൻ എപ്പോഴും ബാംഗ്ലൂരിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് യൂഷ്വലി എന്റെ മീറ്റിംഗ്സ് എല്ലാം ബാംഗ്ലൂരിൽ നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ, സർജാപൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനില്ല. അവിടെ ഞാൻ പോയി. അവിടെ ഒത്തിരി എന്താ പറയുന്ന ഒരു ലൈക്ക് ദൈവത്തിന്റെ ഒരു യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു ഞാൻ അവിടെ പോയത്. അവിടെ പോയപ്പോൾ എന്നെ കണ്ടപ്പോ തന്നെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു നീ മതാന്തരം ചെയ്യാനാണ് ഈ വ്യക്തി നമ്മുടെ ലൊക്കേഷനിൽ വരുന്നത്, നമ്മുടെ പ്ലേസിൽ വരുന്നത് എന്നെല്ലാം ഇവർ വാട്സപ്പിൽ എല്ലാം ഷെയർ ചെയ്ത് വിട്ടു. പക്ഷെ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു നീ അവിടെ പോകണം. ഹല്ലേലൂയ. നീ അവിടെ പോകണം. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭയം കയറിയപ്പോ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ യഥാർത്ഥ ആത്മാവിൽ നിൽക്ക്, ഈ ഭയത്തിന്റെ ആത്മാവിനെ നീ പുറത്താക്ക്. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവിനെ നീ പുറത്താക്ക്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഈ ആത്മാവിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഒരു ഫാമിലി ആയിട്ട് സർജാപൂരിൽ പോയി. അവിടെയായിരുന്നു ഒരു കുടുംബത്തിൽ ഒരു പ്രാർത്ഥന. അവിടെ പോയപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എന്റെ ശബ്ദം ഉയർന്നപ്പോൾ തന്നെ അവിടുത്തെ വില്ലേജിലുള്ള എല്ലാ വ്യക്തികളും ഇതെന്താ ശബ്ദം എന്ന് പറഞ്ഞ് എല്ലാ വ്യക്തികളും കയറി വരാൻ തുടങ്ങി. നോക്കുമ്പോൾ ഇവർ ഫോൺ തുറന്ന് നോക്കുന്നുണ്ട്, വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇവർ എന്റെ ഫേസ് ആണ് കാണുന്നത്. ഇവർ കൺവേർഷന് വന്ന എന്താ പറയുന്ന വ്യക്തിയാണെന്ന് എന്താ പറയുന്ന അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിനെ ദൈവം സൗഖ്യമാക്കി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഈ എഴുന്നേറ്റ് നടന്നപ്പോൾ ആ വ്യക്തി ചാടിയും എന്താ പറയുന്നത് നടക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ വില്ലേജിലത്തെ വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിങ്ങളുടെ മേൽ നിൽക്കുന്ന എന്താ പറയുക ദൈവം ആര്? ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ നിൽക്കുന്ന ദൈവം ആര്? നമ്മുടെ ദേവന്മാർക്കും നമ്മുടെ ദേവികൾക്കും ഇവരെ വിടുവിക്കാൻ പറ്റിയില്ല. നിന്റെ മേൽ നിൽക്കുന്ന ദൈവം ആര്? ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിൽ, ഇന്ന് നിന്റെ ലൈഫിൽ നീ മനസ്സിലാക്കിക്കോണം, യഥാർത്ഥ ആത്മാവിൽ നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം എന്താ പറയുന്നത് ശത്രുക്കളുടെ മുമ്പാകെയും ദേശത്തിന്റെ നടുവിലും നിന്നെ അവിടെ തലയായി നിന്നെ നിർത്തും. ഹല്ലേലൂയ. നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. റിഗൽ പ്രഭാര ഘടകസ്യാന്തൽ ഘടകസ്യ. നീ യഥാർത്ഥ ആത്മാവിൽ നിൽക്ക്, നീ യഥാർത്ഥ സ്പിരിറ്റിൽ നിൽക്ക്. ദൈവം നിന്നെ തലയാക്കി മാറ്റും.
ഹല്ലേലൂയ. ഇപ്പൊ പിശാചിനെ നെരുക്കിക്കൊണ്ടിരിക്കുക. റിഗമന അതിരികിടക ചൂര കിടകസിയ റിബ ശറബന അതൽ പ്രഭാര കിടകസിയ. ഇപ്പോൾ നിന്റെ പിശാചി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിന്നെ ഒതുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വിട്ട് അതിന്റെ തലത്തിലേക്ക്, ഉന്നത തലത്തിലേക്ക് വരാതെ ദൈവത്തിന്റെ വചനം പറയുന്നു, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നീ വന്നോണം. ഹല്ലേലൂയ. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. അപ്പൊ നീ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വരാതെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ദാവീദിന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുത്. സൗലിന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുത്. കെയിന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുത്. നീ ഒരു വാഗ്ദത്ത സന്തതിയാ. നീ ഒരു വാഗ്ദത്ത സന്തതിയാ. വാഗ്ദത്ത സന്തതി എപ്പോഴും അവൻ ഒരു യുദ്ധ വീരനാണ്. അവൻ എപ്പോഴും യുദ്ധ വീരനാണ്. നീ ഒരു ശിശുവല്ല. നീ യുദ്ധം കണ്ട് പേടിക്കുന്നവനല്ല. നീ ഒരു ദുരാത്മാവിനെ കണ്ട് നീ ഒതുങ്ങിപ്പോകുന്നവനല്ല. ദൈവാത്മാവ് പറയുന്നു, നീ ഒരു യുദ്ധ വീരനാണ്. അപ്പൊ യുദ്ധവീരന് എപ്പോഴും യഥാർത്ഥ ആത്മാവിൽ നിന്നോണം, അല്ലെങ്കിൽ പിശാച് നിന്നെ കവർന്നു കൊണ്ടുപോകും. എന്റെ മുമ്പിൽ, എന്റെ ഈ 28-ാം വയസ്സ് വരെ എന്റെ മുമ്പിൽ ഞാൻ പോയ സ്ഥലത്തും ഞാൻ പോയ പല ഇടങ്ങളിലും ദൈവത്തിന്റെ ടെസ്റ്റിമണി, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ദൈവൽ ഘടകക്ഷാര ഘടകസി അന്തൽ പ്രഭാര ഘടകസിയ. ഞാൻ എല്ലാ പ്ലാറ്റ്ഫോമിൽ കയറി ഞാൻ പറയുന്ന ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഒരു ടെസ്റ്റിമണിയാണ്. ഞാൻ യൂഷ്വലി, എനിക്ക് ഭൂതത്തെ പുറത്താക്കാൻ ഭയങ്കര പേടിയാ. എനിക്കറിയത്തില്ല ഇവിടെ എത്ര പേര് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഏത് ദൈവ പൈതലാണോ ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കുവൻ. അതൊരു പാസ്റ്റർക്ക് മാത്രമല്ല, ഒരു അഭിഷിക്തന് മാത്രമല്ല, അത് നീ ദൈവത്തിലാണോ, നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. നീ പിശാചിനോട് എതിർത്ത് നിൽക്കുവൻ. ഹല്ലേലൂയ. ഈ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ കാണുന്ന ഒരു സംഭവമാണ്. എന്റെ മാതാവ് ലൈക്ക് ഒരു വാക്കിൽ തന്നെ പൈശാചിക മണ്ഡലങ്ങൾ അഴിയുന്നതും, എന്താ പറയുന്നത്, ലൈക്ക് എന്റെ ചെറിയ പ്രായം മുതൽ ഞാൻ എന്റെ വെരി യങ് ഏജ് മുതൽ ഇതായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം. ഞാൻ ദൈവത്തിന്റെ അടുത്ത് പറയും, എന്റെ ദൈവമേ, നീ എന്നെ ഡോക്ടറാക്കി മാത്രം എന്നെ നിർത്തിയാ മതി. ദൈവമേ, എന്നെ ഒരു പിശാചിന്റെ സ്ഥലത്തോട്ടോ ഈ പണിക്ക് എന്നെ കൊണ്ടുപോകരുത്. എന്നെ ഈ മേഖലയിലെ ദൈവം എന്നെ നിർത്തരുത്. പക്ഷേ ദൈവത്തിന് യഥാർത്ഥ ആത്മാവ് വരുമ്പോൾ നമ്മുടെ മൈൻഡുകൾ ദൈവം ചേഞ്ച് ആക്കും. നമ്മുടെ മനസ്സിന് ദൈവം പുതുക്കി പണിയും. നമ്മുടെ ഡിസിഷനുകൾ ദൈവം പുതുക്കിയെടുക്കും. അങ്ങനെ ഞാൻ നമ്മൾ പഞ്ചാബിൽ പോയപ്പോൾ, ബിക്കോസ് യൂഷ്വലി നിങ്ങൾക്ക് നമ്മളെ ആരെയും അറിയത്തുണ്ടാവത്തില്ല, ബിക്കോസ് ലൈക്ക് ദൈവം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷങ്ങളായിരുന്നു. Like for many years നമ്മൾ പല ദേശങ്ങളിൽ പോവും, പല രാജ്യങ്ങളിൽ പോയി റിവൈവലുകൾ നടത്തും, ക്രൂസൈഡുകൾ നടക്കും. ലൈക്ക് എന്താ, നമ്മൾ ടീമായി പോകുന്നു. ലൈക്ക് സോ അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ പഞ്ചാബിലേക്ക് പോയപ്പോൾ ലീബ്രോ ഷറബാന ഹസ്മറ്റേരിയ നമുക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ബൂസ്റ്റപ്പ് ചെയ്യും. ബിക്കോസ് നമ്മുടെ സ്പിരിച്വൽ മെന്ററായ എൻ്റെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. സോ നമുക്കിനി ആൾക്കാർ ഇനി ഭൂതങ്ങളായിട്ട് വന്നാൽ പോലും, രോഗിയായിട്ട് വന്നാൽ പോലും അമ്മ കൈകാര്യം ചെയ്തോളും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പഞ്ചാബിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു സർദാർ, പുള്ളി ഒരു പോലീസ് ഓഫീസറും കൂടിയാണ്. പുള്ളി വേഗം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഇത്ര വർഷങ്ങളായി പിശാചിന്റെ അടിമത്തത്തിലാണ്. ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോലും വിടുതലില്ല. അവരെ ഉപദ്രവിക്കും, അവരെ അടിച്ച് അവരെ ബ്ലീഡ് ചെയ്യിപ്പിച്ചിട്ടേ ആ പിശാച് അവരെ വെറുതെ വിടാറുള്ളൂ. അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം.
ഞാൻ അങ്ങനെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അമ്മേ നമുക്കൊരു സ്ഥലത്ത് പോവാനുണ്ട്, ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അമ്മ പറഞ്ഞു, ഞാൻ ഒത്തിരി ടയേർഡാണ് മോളെ, എനിക്ക് വരാൻ പറ്റില്ല, നീ ജസ്റ്റ് പോയി പ്രാർത്ഥിച്ചിട്ട് നീ വന്നോ. എന്റെ ബ്രദേഴ്സിന്റെ അടുത്ത് ഞാൻ പോയി, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചോ, വാ നമുക്ക് പോവാം. അവര് ഭയങ്കര മീറ്റിംഗിന് ടയേർഡ് ആയതുകൊണ്ട് അവര് പറഞ്ഞു, ലൈക്ക് യു ഗോ, നീ പോയിക്കോ. ഞാൻ പക്ഷെ എപ്പോഴും ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാ, ലൈക്ക് എവറിത്തിങ് എന്റെ ശക്തി ലൈക്ക് ക്ഷയിക്കുന്നത് വരെ ഐ വോണ്ട് ടു ബി യൂസ്ഫുൾ ഫോർ ഗാഡ്. ഇനി ഏത് മീറ്റിംഗിൽ പോയാൽ പോലും ഞാൻ ടയേർഡ് ആകുന്നത് വരെ ഐ വോണ്ട് ടു ബി യൂസ്ഫുൾ ഫോർ ഗാഡ്. എനിക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടോണ്ടേ ഇരിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച്, ഇത്ര എന്താ പറഞ്ഞ അവര് പറഞ്ഞതല്ലേ. പക്ഷേ there was something, പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് പേടി വരാൻ തുടങ്ങി. ഞാൻ ഇതുവരെയായിട്ട് ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല. ഞാൻ ഇതുവരെയായിട്ട് എന്താ പറഞ്ഞ ഈ മേഖലകളിൽ നിന്നിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ്, ദൈവമേ ഈ പിശാചിനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കളയണേ. ഇനി നീ മാറ്റിക്കളയാനല്ല നീ ഇന്ന് ചെയ്യാൻ പോകുന്ന, ഇന്ന് മുതൽ നീ യുദ്ധം ചെയ്യാൻ പോകുക. ഇനി മാറ്റിക്കളയുന്ന സീസണൊക്കെ തീർന്നു, ഇനി നീ യുദ്ധം ചെയ്യാൻ പോകുന്ന സീസൺ, നീ എല്ലാത്തിനും നിർമൂലമാക്കുന്ന സീസണിലേക്ക് നീ കിടക്കാൻ പോകുക. അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തി എന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഫോഴ്സ് ചെയ്തപ്പോൾ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ എനിക്കറിയത്തില്ല, ഈ ഒരു പിശാചിനെ പുറത്താക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ജസ്റ്റ് റാൻഡം ആയിട്ട് ഞാൻ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ എന്റെ കൂടെ ദൈവം എനിക്ക് 4 ദൂതന്മാരെ എന്റെ കൂടെ ദൈവം കൊണ്ടുവരണം. എന്റെ കൂടെ ദൈവം അക്കംപനി ചെയ്യണം. ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ ദൈവത്തിനടുത്ത്. അങ്ങനെ കാറിൽ കയറി അവരുടെ വീട്ടിൽ മുമ്പത്തിലെത്തി. ലൈക്ക് when I got into the house, ഞാൻ അവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ആ സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ പിശാച് വ്യാപരിച്ച് എന്താ പറയുന്നത്, ആ ഒരു സ്ലേവറിയിൽ, ഒരു അടിമത്തത്തിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ അടുത്ത് അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു, ആരൊക്കെ വീട്ടിൽ കയറുന്ന ഉള്ളിൽ തന്നെ അപ്പത്തന്നെ കയറി ആക്രമിക്കുന്നു സിസ്റ്റർ. പക്ഷേ സിസ്റ്റർ എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കാത്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ടുള്ള ഭയം കയറി വരാൻ തുടങ്ങി. ഞാൻ ആ സോഫയിൽ ഇരുന്നു കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ പിശാചിനടുത്ത് നമ്മൾ ഈ വചനം പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇനി ഏത് രീതിയിൽ ഈ വ്യക്തിയെ എനിക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഞാൻ അവിടെ ഇരുന്ന് ആ സോഫയിൽ ഒരു കോർണറിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പുള്ളിക്കാരത്തിയിൽ നിൽക്കുന്ന പിശാച് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അടുത്തത് പുള്ളിക്കാരത്തി എന്റെ മേൽ എന്താ പറഞ്ഞ എന്നെ അടിക്കാൻ, എന്നെ തൊഴിക്കാൻ കാലിപ്പൊക്കലും ദൈവാത്മാവ് എന്നെ പിന്നെ അടുത്ത എന്നെ രംഗം കാണിച്ചത് പുള്ളിക്കാരത്തി ആ സോഫയിൽ നിന്ന് മറഞ്ഞു വീഴുന്നതാണ്. എഴുന്നേറ്റ് നിന്ന് പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറഞ്ഞു, ആ വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു, നീ കൊണ്ടുവന്നിരിക്കുന്ന 4 പേരും ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കാണും. നീ കൊണ്ടുവന്നിരിക്കുന്ന 4 പേരും നീ പുറത്തു പോയിക്കോണം. ഇന്ന് ദൈവാത്മാവ് അത് എനിക്ക് ഒത്തിരി ടച്ചായി. ബിക്കോസ് യഥാർത്ഥ ആത്മാവിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ സ്വർഗം ഇറങ്ങി വരും. ഹല്ലേലൂയ. യഥാർത്ഥ ആത്മാവിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിന്റെ പാക്കേജ് നമുക്ക് ഇറങ്ങി വരും. ദൂതന്മാർ ഇറങ്ങി വരും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ തന്നെ യുദ്ധം ചെയ്ത് മടുത്തോ, ഇനി നീ കുറച്ച് ദൂതന്മാരെ ഏൽപ്പിക്ക്. അവർ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവർക്ക് നീ ജോലി കൊടുക്ക. എന്താ പറഞ്ഞ ദൂതന്മാരെ അവിടെ എല്ലാം റെഡി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് നിൽക്കുക നിനക്ക് വേണ്ടി. നീ എന്ത് ചെയ്യണം? സിസ്റ്റർ റീനിയോട് ദൈവാത്മാവ് പറയുന്നു, ഇനി നീ യുദ്ധം ചെയ്യേണ്ട സമയമാ. നിന്റെ മൈൻഡിനോട് പോരാടി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങള് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മൈൻഡിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. നിന്റെ ഹൃദയത്തിലോട് പോരാടി നിൽക്കുന്ന സകല മേഖലകളെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യഥാർത്ഥം
ആത്മാവിൽ നിന്നാലാണ് നിനക്ക് കീഴടക്കാൻ പറ്റത്തുള്ളൂ. ദാവീദിനെ പോലെ യഥാർത്ഥ ആത്മാവിൽ നീ നിൽക്കുക. ദീപൽ പ്രബോഷസി അന്തൽ പ്രബോറിയ, യഥാർത്ഥ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അവിടെ ശത്രുക്കൾ നിന്റെ മുമ്പിൽ മുട്ടുകുത്തും. ഹല്ലേലൂയ. നീ ഒന്നിനെ കുറിച്ചും ഭയം വേണ്ട, നീ ഒന്നിനെ കുറിച്ചും പേടി നിനക്ക് വേണ്ട. നീ യഥാർത്ഥത്തിൽ നിൽക്കുന്നു, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ട്. നിന്റെ പിശാചി എവിടെ തളർത്തുന്നുണ്ടോ, നിന്റെ പിശാചി എവിടെ നിന്നെ കെട്ടിവെക്കുന്നുണ്ടോ, നീ ഒന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. നിന്റെ പിശാച് കളയുന്നുണ്ടെങ്കിൽ എന്ന് രാത്രിയായ വേളയിൽ നീ ദൈവത്തിന്റെ അടുത്ത് പറ, എന്റെ ദൈവമേ, ഒരു ശരിയായിട്ടുള്ള ആത്മാവ് എന്റെ മേൽ പകരപ്പെടട്ടെ. എന്റെ മേൽ ഒരു പുതിയ ഹൃദയം പകരപ്പെടട്ടെ, ഒരു പുതിയ ഹൃദയം ദൈവം ക്രിയേറ്റ് ചെയ്യണമേ. ദൈവ പൈതലേ, ഒരു യഥാർത്ഥ ആത്മാവുണ്ടെങ്കിലേ നിനക്ക് വാക്തത്വങ്ങളെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥ ആത്മാവുണ്ടെങ്കിലേ നിനക്ക് ഈ ജീവിതം, ഈ ലോകത്തിൽ നീ ജീവിക്കുന്നത്, നിനക്ക് അത് ഏറ്റവും വിക്ടോറിയസ് ആയി നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് മുതൽ നീ പിശാചിനോട് എതിർത്ത് നിൽക്ക. നീ പിശാചിന്റെ കൂടെ വാഴാനല്ല, നീ പിശാചിന്റെ കൂടെ വസിക്കാനല്ല. ഇനി മുതൽ നീ ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ നീ വസിക്കാൻ തുടങ്ങ, ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ നീ നിൽക്കാൻ തുടങ്ങ. അതിനെതിരെ നിൽക്കുന്ന സകല മേഖലകളെ എന്ന് രാത്രിയായ വേളയിൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, അതിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യെസ്, തീയിറങ്ങട്ടെ കർത്താവേ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന സകല വ്യക്തികളുടെ മേൽ തീയിറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തീയിറങ്ങട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളുടെ മേൽ തീയിറങ്ങട്ടെ, അവരുടെ സ്വഭാവത്തിന്റെ മേൽ തീയിറങ്ങട്ടെ, അവരുടെ ബൗണ്ടറികളുടെ മേൽ തീയിറങ്ങട്ടെ. അവരെ കർത്താവേ ഒരു പരിധിക്ക് അപ്പുറമായി ദൈവമേ ഉപയോഗിക്കാൻ പറ്റാതെ അവരുടെ പ്രൊഫറ്റിക്കൽ റലത്തിന്റെ ഡീപ്പണിംഗിലേക്ക് വരാതെ അവരുടെ ശുശ്രൂഷകളുടെ അതിന്റെ ആഴങ്ങളിലേക്ക് വരാതെ ഇവരെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന സകല മേഖലകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ആവട്ടെ, അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തീയിറങ്ങട്ടെ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഏതൊക്കെ ആത്മാവാണോ ഇവരിൽ വ്യാപരിച്ചു നിൽക്കുന്നത്, ഇന്ന് രാത്രിയായ വേളയിൽ അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ഇവരുടെ കുടുംബത്തിൽ നിന്ന് അഴിയപ്പെടട്ടെ, തലമുറകളിൽ നിന്ന് അഴിയപ്പെടട്ടെ. യെസ്, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദൈവാത്മാവേ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, എന്റെ സൗണ്ട് വിത്ത് സൗണ്ട് ഓഫ് മൈ ഇൻഫ്ലുവൻസ്, ആരൊക്കെ എന്റെ ശബ്ദത്തിൽ കീഴെ നിൽക്കുന്നു അവരുടെ മേൽ ഇപ്പോൾ തന്നെ തീയെ റിലീസ് ചെയ്യുന്നു, ഹെൽത്തിനെ റിലീസ് ചെയ്യുന്നു, വിസ്ഡത്തെ റിലീസ് ചെയ്യുന്നു, പുതിയ പവറിനെ റിലീസ് ചെയ്യുന്നു, പുതിയ റിസ്റ്റോറേഷനെ റിലീസ് ചെയ്യുന്നു, പുതിയ ഹൃദയത്തെ റിലീസ് ചെയ്യുന്നു, പുതിയ ലൈറ്റിനെ റിലീസ് ചെയ്യുന്നു, പുതിയ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. യെസ് ലോർഡ്, എല്ലാത്തിനും ദൈവം റിസ്റ്റോർ ചെയ്യണം, എല്ലാത്തിനും ദൈവം റിസ്റ്റോർ ചെയ്യണം. Let the power of God manifest. ദൈവത്തിന്റെ ആത്മാവ് മാനിഫെസ്റ്റ് ആകപ്പെടട്ടെ, തലമുറകളിലേക്ക് മാനിഫെസ്റ്റ് ആവട്ടെ. ദൈവാത്മാവേ, ഈ കർമ്മൽ, ഈ പ്ലാറ്റ്ഫോമിനെ ദൈവത്തിന്റെ തീയാൽ അഭിഷേകം ചെയ്യണമേ. ലോർഡ് ഫാദർ, ആരൊക്കെ ഈ മീറ്റിംഗിൽ കയറുന്നു ദൈവാത്മാവ് അവരെല്ലാം തീയിൽ നിൽക്കട്ടെ. തീയിൽ അവർ സംസാരിക്കട്ടെ, തീയിൽ അവർ പ്രാർത്ഥിക്കട്ടെ. എല്ലാ രീതിയിലും തീയിൽ ആയിരിക്കട്ടെ പിതാവേ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ഗ്ലോറിയസ് പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമേ, സകല പ്രാർത്ഥന ദൈവം കേട്ടതിനായി നന്ദി പറയുന്നു. ദൈവം നമ്മളോട് കൂടി ഉണ്ടായിരുന്നതിനായി നന്ദി പറയുന്നു. Lord, we thank you, Holy Spirit. Thank you, Jesus. Thank you, Father. In Jesus' name we pray. Amen, amen, amen. So God bless you all.
ലൈക്ക് ഫ്രം ടുഡേ, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം പുതിയ ആത്മാവിനാൽ നിങ്ങൾ സഞ്ചരിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ് എവറിവൺ. ബൈ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം സംസാരിച്ച പ്രിയ ദൈവദാസിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ച പോലെ ഒരു പുതുക്കത്തിന്റെ ആത്മാവിനെ നമ്മളെല്ലായ്പ്പോഴും സ്ഥിരമായ ഒരു ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തിരിച്ചറിയേണ്ട നമ്മുടെ പാപത്തെ കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതം പുതുക്കി ദൈവപരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രി കേൾക്കപ്പെട്ട വചനം എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. രാത്രികാലം ഇത്രത്തോളം സമയം വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ കർമ്മേലിൽ കയറി ദൈവത്തിന് സംസാരിച്ച പ്രിയ മാഡത്തിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. രാജ്യങ്ങൾ മാത്രമല്ല, പട്ടണങ്ങളിലെ കുടുംബങ്ങൾ, വ്യക്തികളെല്ലാം മാനസാന്തരപ്പെടുവാൻ തീയായി കർമ്മേലിൽ ഇറങ്ങിയെത്തി. അപ്പം പ്രിയദാസിയുടെ മേൽ ഇനിയും അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. അനേകരെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും, ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം പുതുതായി കയറിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടിയ പ്രിയ കർത്തൃദാസിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി അഭിഷക്തന്മാരും ശുശ്രൂഷയിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന എല്ലാ ദൈവദാസിമാരെയൊക്കെയും ഇന്ന് രാത്രികാലം നമ്മോടൊപ്പം ആയിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. അതിനുവേണ്ടി പാസ്റ്റർ ജെറിയെ പ്രാർത്ഥിച്ച് എബി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എറിൻ പാസ്റ്റർ പോയെന്ന് തോന്നുന്നു. ജെബിൻ ബ്രദറെ പ്രാർത്ഥിച്ച എബി പാസ്റ്റർ ആശീർവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. എന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഈ സൂം ഡിവൈസിലായി തിരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ദൈവസേനയിൽ കർത്താവ് പാടും ദൈവാസ്തി കൃപ കൊടുത്തു. കർത്താവെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാം ദൈവം ബലപ്പെടുത്തി. ദൈവസേന ഞങ്ങളായിരിക്കാൻ കർത്താവ് ഇടയാക്കി. വചനത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്ത കർത്താവേ. ദാവീദ് പറഞ്ഞു പോലെ ദൈവമേ, നിർമ്മലമായ ഹൃദയം ആത്മാവിനെ പുതുക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്ന സകല കർത്താവെ ചിന്തകളും വിട്ടുമാറിയിരിക്കുന്ന സ്ഥിരമായ ഒരു ആത്മാവിനെ, സ്ഥിരമായ ഒരു നിർമ്മലമായ ഒരു ഹൃദയം കർത്താവെ അങ്ങനെ ഞങ്ങൾ തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവെ. ദൈവമേ, അപ്പൊ ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേൾപ്പിച്ച പോലെ കർത്താവെ വചനത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവശക്തിയിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവെ, ദൈവകൃപ പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങൾ ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ദൈവമേ, കേൾപ്പിച്ച പോലെ നിർമ്മലമായ ഹൃദയം ഞങ്ങൾ പ്രാപിച്ചു കർത്താവ്. സ്ഥിരമാത്മാവിനെ പുതുക്കി കർത്താവ് ദൈവസേന മുന്നേറുവാൻ, നിത്യതയിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി. വചന ശുശ്രൂഷ ദൈവാസിയെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് അതിന്റെ ശുശ്രൂഷ മണ്ഡലം മാനിക്കണമേ, എന്റെ കുടുംബമണ്ഡലം മാനിക്കണമേ അപേക്ഷിക്കാൻ. ഏത് മേഖലയിലായിരിക്കുന്നത് ജോലി മണ്ഡലം എല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണമേ അപേക്ഷിക്കും കർത്താവെ. ഉപരിയായ ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും നാഥന്റെ അഭിഷേകത്താൽ നിറക്കണേ. പുതിയ കർത്താവെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കൂടപ്പെട്ട എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കത്താവേ. ഡിവൈസിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കത്താവേ. ഞങ്ങൾ കൂടി വരും കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. നാളെ വരെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും രക്തത്തിൽ സൂക്ഷിക്കണമേ. നാളത്തെ മീറ്റിംഗിനായി സ്തോത്രം കർത്താവ്. ഇന്ന് കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ആളാമ്പത്തെ പേര് വരെ എല്ലാവരെയും പ്രാർത്ഥിക്കും കർത്താവേ. ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കും കർത്താവേ. ഇതിൽ ശുശ്രൂഷയായി കടന്നു ദൈവ മക്കളെ എല്ലാം ഇതിൽ കടന്നു എല്ലാവരെയും കർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹം ഉണ്ടാവും കർത്താവ് ഇടയാക്കണം. ദൈവപ്രവർത്തി വെളിപ്പെടണം. ദൈവനാമം എല്ലാവരും മഹത്വത്തിനകത്തിയിട്ട് കർത്താവേ. ദൈവം എല്ലാത്തിനും നന്മയ്ക്ക് അയച്ചിട്ട് കർത്താവ് പ്രാർത്ഥന യേശുവിന്റെ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നല്ല ശുശ്രൂഷകളെ കർത്താവ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. നാളത്തെ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും സഹവാസങ്ങളും നാം എല്ലാവരോടും കൂടി ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുവേഷൻ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി പിതാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.